മിശിഹായിൽ സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ, ഒത്തിരി തിരക്കുകളുള്ള നിങ്ങൾ ഒഴിവ് കിട്ടിയ ഈ സമയം കർത്താവിൻ്റെ കാര്യത്തിന് വേണ്ടി ചിലവഴിക്കാൻ തീരുമാനിച്ചതിൽ നിങ്ങളെ ആത്മാർത്ഥമായി അഭിനന്ദിക്കുന്നു. ഇന്നത്തെ ഈ ദിവസം ഈ ആധ്യാത്മിക ശുശ്രൂഷയ്ക്കായി നമുക്ക് മാറ്റിവെക്കാം. സർവശക്തനായ ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ഈ ഒരു സമ്മേളനം ക്രമീകരിച്ച എല്ലാ ആത്മീയ ഗുരുക്കന്മാർക്കും എല്ലാ പ്രിയപ്പെട്ട സഹോദരന്മാർക്കും സഹോദരിമാർക്കും ഞാൻ അഭിനന്ദനങ്ങൾ അറിയിച്ചുകൊള്ളുന്നു. ഇന്ന് നാം ധ്യാനിക്കുന്ന വിഷയം മർക്കോസിൻ്റെ സുവിശേഷം 16-ാം അധ്യായം 15-ാമത്തെ വചനമാണ്. നിങ്ങൾ ലോകമെങ്ങും പോയി എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുവിൻ. നിങ്ങളുടെ കയ്യിൽ ബൈബിളോ അല്ലെങ്കിൽ ഫോണിൽ ഡിജിറ്റലായിട്ട് ദൈവവചനമോ ഉണ്ട് എങ്കിൽ നിങ്ങൾ ഈ ദൈവവചനം കൂടെ വായിക്കുന്നത് നല്ലതാണ്. നമുക്കറിയാം, നമ്മൾ കേൾക്കുന്നത് പെട്ടെന്ന് മറന്നു പോകാൻ സാധ്യതയുണ്ട്. പക്ഷെ കാണുന്നത് പെട്ടെന്ന് മറക്കില്ല. നിങ്ങളിൽ എത്ര പേര് റേഡിയോയിൽ വാർത്ത കേൾക്കാൻ സമയം ചെലവഴിക്കാറുണ്ട്? വല്ലപ്പോഴും സൗകര്യമില്ലാത്ത സമയത്ത് കാറിൽ യാത്ര ചെയ്യുമ്പോൾ ഒരു പക്ഷേ റേഡിയോയിൽ വാർത്ത കേട്ടാക്കാം. അല്ലെങ്കിൽ നമുക്കൊക്കെ താല്പര്യം ടി വിയിൽ വാർത്ത കാണാനാണ്. വാസ്തവത്തിൽ ടി വിയിൽ കാണുന്ന എല്ലാ വാർത്തകളും റേഡിയോയിൽ കേൾക്കാനും സാധിക്കും. പക്ഷെ നമുക്ക് കാണാനാണ് ഇഷ്ടം. കാരണം എന്താണ്? കാണുന്നത് കൂടുതൽ ബോധ്യമാകും, കാണുന്നത് കൂടുതൽ ഉറച്ചു നിൽക്കും. കാരണം കാഴ്ച എന്നത് കേൾവിയേക്കാൾ വളരെ ശക്തമായ ഒരു പ്രവർത്തനമാണ്. നമ്മൾ ദൈവവചനം കേൾക്കുക മാത്രം ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ചെവിയിലൂടെ മാത്രമാണ് വചനം നമ്മിലേക്ക് പ്രവേശിക്കുന്നത്. പക്ഷെ കേൾക്കുന്നതോടൊപ്പം വായിക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു? നമ്മൾ കേൾക്കുന്നു, നമ്മൾ കണ്ണുകൊണ്ട് കാണുന്നു, നമ്മൾ വായിക്കുന്നു. അപ്പോൾ 3 രീതിയിലാണ് വചനം നമ്മുടെ ഉള്ളിലേക്ക് പ്രവേശിക്കുന്നത്. വെറുതെ കേട്ടിരിക്കുന്നതിനേക്കാൾ 3 ഇരട്ടി ശക്തമാണ് കേൾക്കുന്നതോടൊപ്പം കണ്ട് വായിക്കുന്നത്. അതുകൊണ്ട് ഈ ഒരു വചനശ്രൂഷയിൽ മാത്രമല്ല, എപ്പോൾ വചനശ്രൂഷയിൽ പങ്കെടുത്താലും ദൈവവചനം ഒരുമിച്ച് വായിച്ച് അതിൽ പങ്കുപറ്റുന്നത് വളരെയധികം ഉപകാരപ്രദമായിരിക്കും. ഞാൻ വരുന്നത് അദിലാബാദ് രൂപതയിൽ നിന്നാണ്. അദിലാബാദ് രൂപതയിലെ ക്രിസ്ത്യാനികൾ പുതിയ ക്രിസ്ത്യാനികളാണ്. കഴിഞ്ഞ വർഷങ്ങളിൽ യേശുവിനെക്കുറിച്ച് അറിഞ്ഞ് മാമോദീസ സ്വീകരിച്ച പുതിയ ക്രിസ്ത്യാനികൾ. പക്ഷേ അവരെ ഞാൻ അത്ഭുതത്തോടെ നോക്കി കാണാറുണ്ട്. ഞായറാഴ്ച ദിവസം പള്ളിയിലേക്ക് വരുമ്പോൾ അവർ ബൈബിൾ കൊണ്ടാണ് പള്ളിയിലേക്ക് വരുന്നത്. 1-ാം വായന വായിക്കുന്ന സമയത്ത് അവരൊപ്പം വായിക്കും, 2-ാം വായന വായിക്കുന്ന സമയത്ത് അവരൊപ്പം വായിക്കും, സുവിശേഷം വായിക്കുന്ന സമയത്ത് അവർ കൂടെ വായിക്കും, സുവിശേഷ പ്രസംഗത്തിൽ ഉദ്ധരിക്കുന്ന എല്ലാ വാക്യങ്ങളും അവർ ഒരുമിച്ച് വായിക്കും. കാരണം കേൾക്കുന്നത് വളരെ ബലഹീനമായൊരു പ്രവൃത്തിയാണ്. കേൾക്കുന്നതോടൊപ്പം കാണുകയും വായിക്കുകയും ചെയ്യുമ്പോൾ ആ വചനം 3 ഇരട്ടി ശക്തിയോടെ നമ്മിലേക്ക് പ്രവേശിക്കും. അതുകൊണ്ട് ഈ വിശുദ്ധ വചനം നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമായി മാറണം. കേട്ടിരിക്കുക മാത്രമല്ല നാം ചെയ്യേണ്ടത്, കേൾക്കുന്നതോടൊപ്പം കാണുകയും വായിക്കുകയും ചെയ്യണം. അപ്പോൾ നമുക്ക് മർക്കോസിൻ്റെ സുവിശേഷം 16-ാം അധ്യായം 15-ാമത്തെ വചനം വായിക്കാം. അവൻ അവരോട് പറഞ്ഞു, നിങ്ങൾ ലോകമെങ്ങും പോയി എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുവിൻ. ഈ കൽപ്പനയെ പ്രേഷിത കൽപ്പന എന്നാണ് പറയുക. ശിഷ്യന്മാരെ പ്രേഷിത പ്രവർത്തനത്തിന് അയക്കുന്ന കൽപ്പനയായതുകൊണ്ട് ഈ കൽപ്പനയെ പ്രേഷിത കൽപ്പന എന്ന് പറയും. വിശുദ്ധ ഗ്രന്ഥം പരിശോധിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, എല്ലാ സുവിശേഷങ്ങളും അവസാനിക്കുന്നത് പ്രേഷിത കൽപ്പനയോടെയാണ്. മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായം 19-20 വചനങ്ങൾ നമുക്ക് വായിക്കാം. മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായം 19-20 വചനങ്ങൾ. നിങ്ങൾ ഉറക്കെ എന്നോടൊപ്പം വായിക്കുന്നതിൽ യാതൊരു തടസ്സവുമില്ല, സന്തോഷമേ ഉള്ളൂ. നമുക്ക് വായിക്കാം. മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായം 19-20 വചനങ്ങൾ. ആകയാൽ നിങ്ങൾ പോയി എല്ലാ ജനതകളെയും ശിഷ്യപ്പെടുത്തുവിൻ, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അവർക്ക് ജ്ഞാനസ്നാനം നൽകുവിൻ. ഞാൻ നിങ്ങളോട് കൽപ്പിച്ചവയെല്ലാം അനുസരിക്കാൻ അവരെ പഠിപ്പിക്കുവിൻ. യുഗാന്തം വരെ എന്നും ഞാൻ നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കും. അപ്പോൾ പ്രേക്ഷിത കൽപ്പനയോടെയാണ് മത്തായിയുടെ സുവിശേഷം അവസാനിക്കുന്നത്. മർക്കോസിൻ്റെ സുവിശേഷം ഇതിനകം നമ്മൾ കണ്ടു കഴിഞ്ഞു.
16-ാം അധ്യായം 15-ാമത്തെ വചനത്തിൽ ഈശോ പ്രേക്ഷിത കൽപ്പന നൽകുന്നു. ഇനി നമുക്ക് ലൂക്കായുടെ സുവിശേഷത്തിലേക്ക് പോകാം. ലൂക്കായുടെ സുവിശേഷം 24-ാം അധ്യായം 46 മുതൽ 48 വരെയുള്ള വചനങ്ങൾ. ലൂക്കായുടെ സുവിശേഷം 24-ാം അധ്യായം 46 മുതൽ 48 വരെയുള്ള വചനങ്ങൾ. അവൻ പറഞ്ഞു, ഇങ്ങനെ എഴുതപ്പെട്ടിരിക്കുന്നു, ക്രിസ്തു സഹിക്കുകയും 3-ാം ദിവസം മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യണം. പാപമോചനത്തിനുള്ള അനുതാപം അവൻ്റെ നാമത്തിൽ ജെറുസലേമിൽ ആരംഭിച്ച് എല്ലാ ജനതകളോടും പ്രഘോഷിക്കപ്പെടേണ്ടിയിരിക്കുന്നു. നിങ്ങൾ ഇവയ്ക്ക് സാക്ഷികളാണ്. യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായം 21-ാമത്തെ വചനം. യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായം 21-ാമത്തെ വചനം. യേശു വീണ്ടും അവരോട് പറഞ്ഞു, നിങ്ങൾക്ക് സമാധാനം. പിതാവ് എന്നെ അയച്ചതുപോലെ ഞാനും നിങ്ങളെ അയക്കുന്നു. അപ്പോൾ നമ്മൾ കണ്ടു, എല്ലാ സുവിശേഷങ്ങളും അവസാനിക്കുന്നത് പ്രേക്ഷിത കൽപ്പനയോടെയാണ്. മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായം 19-20 വചനങ്ങൾ, മർക്കോസിന്റെ സുവിശേഷം 16-ാം അധ്യായം 15 മുതൽ 18 വരെയുള്ള വചനങ്ങൾ, ലൂക്കായുടെ സുവിശേഷം 24-ാം അധ്യായം 46 മുതൽ 48 വരെയുള്ള വചനങ്ങൾ, യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായം 21-ാമത്തെ വചനം. എല്ലാ സുവിശേഷങ്ങളും പ്രേക്ഷിത കൽപ്പനയോടെയാണ് അവസാനിക്കുന്നതെങ്കിൽ അതിനെന്തോ പ്രത്യേകത ഉണ്ടല്ലോ, അല്ലെങ്കിൽ അങ്ങനെ സംഭവിക്കില്ലല്ലോ. സുവിശേഷങ്ങളെല്ലാം ആരംഭിക്കുന്നത് എങ്ങനെയാണ്? ഈശോ ശിഷ്യന്മാരുടെ അടുത്തേക്ക് പോയിട്ട് പറയുന്നു, നിങ്ങൾ വരിക, നിങ്ങൾ കാണുക, വന്ന് കാണുക, നിങ്ങൾ എന്നെ അനുഗമിക്കുക, നിങ്ങൾ എൻ്റെ കൂടെയായിരിക്കുക. ഇങ്ങനെ പറഞ്ഞാണ് സുവിശേഷങ്ങളൊക്കെ ആരംഭിക്കുന്നത്. അവസാനമാകുമ്പോഴേക്കും സുവിശേഷങ്ങൾ എന്താണ് പറയുന്നത്? നിങ്ങൾ പോവുക, പ്രഘോഷിക്കുക. അപ്പോൾ കൂടെയായിരിക്കുന്നതും യേശുവിനെ കാണുന്നതും യേശുവിൻ്റെ വചനം കേൾക്കുന്നതും എന്തിനു വേണ്ടിയാണ്? പോയി പ്രഘോഷിക്കാൻ വേണ്ടിയാണ്. പോയി പ്രഘോഷിക്കുന്നില്ല എങ്കിൽ സുവിശേഷം കേൾക്കുന്നത് കൊണ്ടോ സുവിശേഷം മനസ്സിലാക്കുന്നത് കൊണ്ടോ അർത്ഥമില്ല. അതുകൊണ്ടാണ് എല്ലാ സുവിശേഷങ്ങളും ഈ പ്രേക്ഷിത കൽപ്പനയോടെ അവസാനിക്കുന്നത്. അതുകൊണ്ട് ഈ കൽപ്പന വളരെ പ്രധാനപ്പെട്ടതാണ്. ഇനി നമുക്ക് ഈ കൽപ്പനയെ മർക്കോസിന്റെ സുവിശേഷം 16-ാമത്തെ അധ്യായം 15-ാമത്തെ വാക്യത്തെ അല്പം കൂടി ആഴമായി പരിശോധിക്കാം. മർക്കോസിന്റെ സുവിശേഷം 16-ാം അധ്യായം 15-ാമത്തെ വചനം. യേശു തൻ്റെ ശിഷ്യന്മാർക്ക് അനേകം കൽപ്പനകളും നിർദ്ദേശങ്ങളും കൊടുത്തിട്ടുണ്ട്. എന്നാൽ യേശു തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്ത ഏറ്റവും വലിയ കൽപ്പന, ഏറ്റവും പ്രധാനപ്പെട്ട കൽപ്പന ഏതാണെന്ന് ചോദിച്ചാൽ അത് ഈ കൽപ്പനയാണ്. നിങ്ങൾ ലോകമെങ്ങും പോയി എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രഘോഷിക്കും. ഇതാണ് യേശുവിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കൽപ്പന. ഒരുപക്ഷെ നിങ്ങൾ ചോദിച്ചേക്കാം, അപ്പോൾ സ്നേഹത്തിൻ്റെ കൽപ്പനയോ, ക്ഷമയുടെ കൽപ്പനയോ? ഈ ഭൂമിയിൽ ആരും പറയാത്ത കാര്യങ്ങൾ ഈശോ പറഞ്ഞിട്ടുണ്ട്. സ്നേഹത്തെക്കുറിച്ച്, ശത്രു സ്നേഹത്തെക്കുറിച്ച്, ക്ഷമയെക്കുറിച്ച്. അവയൊന്നും പ്രധാനപ്പെട്ട കൽപ്പനയല്ലേ? തീർച്ചയായും പ്രധാനപ്പെട്ട കൽപ്പനകൾ തന്നെയാണ്. പക്ഷെ ഏറ്റവും പ്രധാനപ്പെട്ട കൽപ്പന ഏതാണെന്ന് ചോദിച്ചാൽ അത് ഈ സുവിശേഷ പ്രഘോഷണത്തെക്കുറിച്ചുള്ള കൽപ്പനയാണ്. എങ്ങനെയാണ് നമുക്കത് വിശ്വസിക്കാൻ സാധിക്കുക? 2 കാരണങ്ങൾ. ഒന്നാമതായി, യേശു ഈ കൽപ്പന കൊടുത്ത പശ്ചാത്തലം നമ്മൾ പരിശോധിക്കണം. എപ്പോഴാണ് ഈശോ ഈ കൽപ്പന കൊടുത്തത്? പുനരുത്ഥാനത്തിന് ശേഷം പിതാവിൻ്റെ പക്കലേക്ക് തിരിച്ചു പോകുന്നതിന് തൊട്ടു മുമ്പ്. ഈ സംഭാഷണം അവസാനിക്കുന്നത് 18-ാമത്തെ വചനത്തിലാണ്. മർക്കോസിന്റെ സുവിശേഷം 16-ാം അധ്യായം 18-ാമത്തെ വചനത്തിലാണ് ഈ സംഭാഷണം അവസാനിക്കുന്നത്. 19-ാമത്തെ വചനം നമുക്കൊന്ന് നോക്കാം. മർക്കോസിന്റെ സുവിശേഷം 16-ാം അധ്യായം 19-ാമത്തെ വചനം നമുക്ക് വായിക്കാം. കർത്താവായ യേശു അവരോട് സംസാരിച്ചതിന് ശേഷം സ്വർഗത്തിലേക്ക് സംവഹിക്കപ്പെട്ടു. അവൻ ദൈവത്തിൻ്റെ വലതുഭാഗത്ത് ഉപവിഷ്ടനായി. അപ്പോൾ ഈശോ ഈ കാര്യങ്ങൾ പറഞ്ഞതിന് ശേഷം സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു. പിന്നെ ഒന്നും പറഞ്ഞിട്ടില്ല. ഈ കൽപ്പനയ്ക്ക് ശേഷം ഒരു കൽപ്പനയും പറഞ്ഞിട്ടില്ല. ഈ കാര്യത്തിന് ശേഷം മറ്റൊന്നും പറഞ്ഞിട്ടില്ല. എന്ന് പറഞ്ഞാൽ ഈ ഭൂമിയിലെ ഈശോയുടെ ഏറ്റവും അവസാനത്തെ വാക്കുകൾ, ഈ ഭൂമിയിലെ ഈശോയുടെ ഏറ്റവും അവസാനത്തെ വാക്കുകൾ, നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ അന്ത്യാഭിലാഷം. ഇത് യേശുവിൻ്റെ അന്ത്യാഭിലാഷമാണ്. ഒരു വ്യക്തി ഏറ്റവും അവസാനമായി പറയുന്ന കാര്യം ആ വ്യക്തിക്ക് ഏറ്റവും പ്രിയപ്പെട്ടതായിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ അന്ത്യാഭിലാഷത്തിന് വളരെയധികം പ്രാധാന്യം കൊടുക്കാറുള്ളത്. ഞാൻ ചിലരെ കണ്ടിട്ടുണ്ട്, ചിലർ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, എൻ്റെ അമ്മയുടെ അവസാനത്തെ ആഗ്രഹമാണിത്, അതുകൊണ്ട് ഞങ്ങൾ മക്കൾ തീർച്ചയായും ഇത് ചെയ്തിരിക്കും. എൻ്റെ അപ്പൻ മരിക്കുന്നതിന് മുമ്പ് പറഞ്ഞ കാര്യമാണ്, അതുകൊണ്ട് ഇത് ഞങ്ങൾ ചെയ്തിരിക്കും
ഇത് അമ്മയുടെ അന്ത്യാഭിലാഷമാണ് എന്നൊക്കെ പറഞ്ഞ് പലരും വലിയ ആവേശത്തോടെ അപ്പൻ്റെയും അമ്മയുടെയും ഒക്കെ ആഗ്രഹം നിറവേറ്റാൻ പരിശ്രമിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. നിങ്ങളും അങ്ങനെ ചെയ്തവരുണ്ടാകും. അവസാനമായി എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് നമ്മൾ ചോദിക്കും. മരിക്കാൻ പോകുന്ന വ്യക്തിയോട് നമ്മൾ ചോദിക്കും. കാരണം എന്താണ്? അവസാനം പറയുന്നത് ആ വ്യക്തിക്ക് ഏറ്റവും പ്രിയപ്പെട്ടതായിരിക്കും. നമുക്കൊരു ഉദാഹരണം നോക്കാം. ഒരു അമ്മച്ചി മരിക്കാറായി കിടക്കുകയാണെന്ന് കരുതുക. അമ്മച്ചിക്ക് തോന്നി ഇനി അധികം നാളൊന്നും ഞാൻ മുന്നോട്ട് പോകില്ല. അപ്പോൾ അമ്മച്ചി പറഞ്ഞു, മക്കളെ, എനിക്ക് നിങ്ങളെല്ലാവരെയും കാണണം, നിങ്ങളോടൊന്ന് സംസാരിക്കണം. അങ്ങനെ മക്കളെല്ലാവരും വന്നു. അമേരിക്കയിൽ നിന്നും UK-യിൽ നിന്നും ഷാർജയിൽ നിന്നും മക്കളെല്ലാവരും വന്നു. അമ്മച്ചിയുടെ കൂടെ നിൽക്കുകയാണ്. അമ്മച്ചി സംസാരിക്കാൻ തുടങ്ങിയാണ്. അപ്പോൾ സംസാരിക്കുമ്പോൾ അമ്മച്ചിക്കറിയാം ഇത് മിക്കവാറും എൻ്റെ അവസാനത്തെ സംസാരമായിരിക്കും. ആ സന്ദർഭത്തിൽ ഈ അമ്മച്ചി മക്കളോട് എന്തൊക്കെയാണ് പറയാൻ സാധ്യതയുള്ളത്? എല്ലാ ദിവസവും കോഴിയെ കൂട്ടിൽ കയറ്റണമെന്ന് പറയാൻ സാധ്യതയുണ്ടോ? മുറ്റത്ത് തോട്ടം നന്നായി നനയ്ക്കണമെന്ന് പറയാൻ സാധ്യതയുണ്ടോ? അല്ലെങ്കിൽ വാഴത്തോട്ടം നന്നായി നോക്കണമെന്ന് പറയാൻ സാധ്യതയുണ്ടോ? ഇല്ല. അപ്പോൾ പറയാൻ സാധ്യതയുള്ളത് എന്താണ്? അമ്മച്ചിയുടെ മരണശേഷം മക്കൾ തീർച്ചയായും ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന കാര്യം, അമ്മച്ചിയുടെ മനസ്സിന് ഏറ്റവും പ്രിയപ്പെട്ട കാര്യം. ഒരുപക്ഷെ ഈ അമ്മച്ചി പറഞ്ഞേക്കാം, മക്കളെ, നിങ്ങൾ വഴക്ക് കൂടാതെ സ്നേഹത്തിലും ഐക്യത്തിലും ജീവിക്കണം. ഏതെങ്കിലും ഒരു മകന് ബുദ്ധിമാന്യമുണ്ടെങ്കിൽ, ഏതെങ്കിലും മകൾക്ക് ഒരു അംഗവൈകല്യമുണ്ടെങ്കിൽ ഈ മകളെ നിങ്ങൾ നോക്കണം എന്നൊക്കെ പറയാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ സഹായിച്ച കുടുംബത്തെ ഓർക്കണമെന്ന് പറയാൻ സാധ്യതയുണ്ട്. ദൈവത്തെ മറക്കരുതെന്ന് പറയും. പള്ളിയിൽ പോകണമെന്ന് പറയും. ഇതൊക്കെയല്ലേ പറയുക, അല്ലാതെ സാധാരണ കാര്യങ്ങൾ ആരെങ്കിലും പറയാറുണ്ടോ? അപ്പോൾ യേശു അവസാനമായി സംസാരിച്ച സമയത്ത് യേശു പറഞ്ഞ കാര്യം എന്താണ്? നിങ്ങൾ ലോകമെങ്ങും പോയി എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുവിൻ എന്ന് പറഞ്ഞാൽ യേശുവിൻ്റെ മനസ്സിന് ഏറ്റവും പ്രിയപ്പെട്ട കാര്യം ഇതാണ്. ഇതാണ് യേശുവിൻ്റെ മരണശേഷം മറ്റെല്ലാവരും ചെയ്യണമെന്ന് ഈശോ ആഗ്രഹിച്ചത്. ഇത് യേശുവിൻ്റെ അന്ത്യാഭിലാഷമാണ്. ഈ ഭൂമിയിലെ യേശുവിൻ്റെ ഏറ്റവും അവസാനത്തെ വാക്കുകളാണ്. അതുകൊണ്ട് ഈ കൽപ്പനയ്ക്ക് നമ്മൾ പ്രാധാന്യം കൽപ്പിക്കണം. രണ്ടാമത്തെ കാരണം, യേശു എന്താണ് പറയുന്നത്? നിങ്ങൾ പോയി സുവിശേഷം പ്രഘോഷിക്കുവിൻ. എന്താണ് സുവിശേഷം? എല്ലാ കൽപ്പനകളുടെയും ആകെത്തുകയാണ് സുവിശേഷം. നിങ്ങൾ സുവിശേഷം പ്രഘോഷിക്കുകയാണെങ്കിൽ അതിൽ സ്നേഹത്തിൻ്റെ കൽപ്പനയുണ്ട്. നിങ്ങൾ സുവിശേഷം പ്രഘോഷിക്കുകയാണെങ്കിൽ അതിൽ ക്ഷമയുടെ കൽപ്പനയുണ്ട്. എല്ലാ കൽപ്പനകളുമുണ്ട്. മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായം 20-ാമത്തെ വചനം വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ സുവിശേഷ പ്രസംഗത്തെക്കുറിച്ചുള്ള അല്പം വിശദാംശം ലഭിക്കാൻ സാധ്യതയുണ്ട്. മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായം 20-ാമത്തെ വചനം ഒരിക്കൽ കൂടി നമുക്ക് വായിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അവർക്ക് ജ്ഞാനസ്നാനം നൽകുവിൻ. അടുത്ത വാക്കുകൾ ശ്രദ്ധിക്കണം. ഞാൻ നിങ്ങളോട് കൽപ്പിച്ചവയെല്ലാം അനുസരിക്കാൻ അവരെ പഠിപ്പിക്കുവിൻ. ഇതാണ് സുവിശേഷ പ്രസംഗം. അപ്പോൾ നമ്മൾ സുവിശേഷം പ്രഘോഷിക്കുകയാണെങ്കിൽ ഈശോ പറഞ്ഞ എല്ലാ കാര്യങ്ങളും മറ്റുള്ളവരെ പഠിപ്പിക്കുകയാണ്. എല്ലാ കൽപ്പനകളുടെയും ആകെത്തുകയായി സുവിശേഷം പ്രഘോഷിക്കുമ്പോൾ ആ എല്ലാ കൽപ്പനകളും ആ സുവിശേഷത്തിൽ അടങ്ങിയിരിക്കുന്നു. ഈ രണ്ട് കാരണങ്ങൾ കൊണ്ട് നമുക്ക് പറയാൻ സാധിക്കും, യേശുവിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കൽപ്പന ഇതാണ്. നിങ്ങൾ ലോകമെങ്ങും പോയി എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രഘോഷിക്കുവിൻ. തൻ്റെ ഇഹലോക ജീവിതം അവസാനിപ്പിച്ച് പിതാവിൻ്റെ പക്കലേക്ക് തിരിച്ചു പോകുന്നതിന് മുമ്പ് തൻ്റെ ശിഷ്യന്മാർ തീർച്ചയായും ചെയ്യണമെന്ന് ആഗ്രഹിച്ച ഈശോ പറഞ്ഞ അവസാനത്തെ കാര്യം ഇതാണ്: ഞാൻ പോവുകയാണ്, നിങ്ങൾ എൻ്റെ ഈ പ്രവൃത്തി തുടരണം. ഞാൻ പോവുകയാണ്, നിങ്ങൾ ലോകമെങ്ങും പോകണം. ഇതായിരുന്നു യേശുവിൻ്റെ ചേതോവികാരം. അപ്പോൾ ഏറ്റവും വലിയ കൽപ്പന ഏതാണ്? മർക്കോസിൻ്റെ സുവിശേഷം 16-ാം അധ്യായം 15-ാമത്തെ വചനം. അപ്പോൾ ഇതുവരെ നമ്മൾ കണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഒന്നാമതായി മർക്കോസിൻ്റെ സുവിശേഷം 16-ാം അധ്യായം 15-ാമത്തെ വചനത്തെ പ്രേക്ഷിത കൽപ്പന എന്ന് പറയും. എല്ലാ സുവിശേഷങ്ങളും അവസാനിക്കുന്നത് പ്രേക്ഷിത കൽപ്പനയോടെയാണ്. അതുകൊണ്ട് ഈ കൽപ്പന വളരെ പ്രധാനപ്പെട്ടതാണ്. തന്നെയുമല്ല, യേശുവിൻ്റെ കൽപ്പനകളിൽ വെച്ച് ഏറ്റവും പ്രധാനപ്പെട്ട കൽപ്പന ഈ കൽപ്പനയാണ്. രണ്ട് കാരണങ്ങൾ കൊണ്ട്. ഒന്നാമതായി ഇത് യേശുവിൻ്റെ അന്ത്യാഭിലാഷമാണ്. രണ്ടാമതായി സുവിശേഷം എല്ലാ കൽപ്പനകളുടെയും ആകെത്തുകയാണ്. അല്പം കൂടി ആഴമായി ഈ വചനത്തെ നമുക്ക് വായിക്കാം. ഒരിക്കൽ കൂടി മർക്കോസിൻ്റെ സുവിശേഷം 16-ാം അധ്യായം 15-ാമത്തെ വചനം നമുക്ക് വായിക്കാം. അവൻ അവരോട് പറഞ്ഞു, നിങ്ങൾ ലോകമെങ്ങും പോയി എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രഘോഷിക്കുവിൻ. നിങ്ങൾ ലോകമെങ്ങും പോയി എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രഘോഷിക്കുവിൻ. ആരാണ് ഈ നിങ്ങൾ? നിങ്ങൾ എന്ന് പറയുന്നതിൽ
ആരൊക്കെയാണ് ഉൾപ്പെട്ടിരിക്കുന്നത്? യേശു ഇക്കാര്യം സംസാരിക്കുമ്പോൾ യേശുവിന് മുമ്പിൽ ആരാണ് ഉണ്ടായിരുന്നത്? എത്ര പേരുണ്ടായിരുന്നു? 11 പേർ. 12 ശിഷ്യന്മാർ. യൂദാസ് യേശുവിന് ഒറ്റിക്കൊടുത്തു. യൂദാസ് മരിച്ചു. യൂദാസിന് പകരമുള്ള ശിഷ്യനെ ഇതുവരെയും തിരഞ്ഞെടുത്തിട്ടില്ല. അത് സംഭവിക്കുന്നത് അപ്പസ്തോല പ്രവർത്തനങ്ങൾ 1-ാമത്തെ അധ്യായത്തിലാണ്. 11 ശിഷ്യന്മാരാണ് യേശുവിൻ്റെ മുമ്പിൽ ഉള്ളത്. യേശു പറയുന്നു, നിങ്ങൾ ലോകമെങ്ങും പോയി എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കണം. പക്ഷെ യേശു നിങ്ങൾ എന്ന് പറയുമ്പോൾ ഉദ്ദേശിച്ചത് ഈ 11 പേരെ മാത്രമാണോ? ഈ 11 പേര് ലോകം മുഴുവൻ പോയി എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രഘോഷിക്കുമെന്ന് യേശു പ്രതീക്ഷിച്ചിരുന്നോ? നിങ്ങൾക്ക് എന്തു തോന്നുന്നു? ഈ 11 പേര് ലോകം മുഴുവൻ പോയി എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രഘോഷിക്കുമെന്ന് ഈശോ പ്രതീക്ഷിച്ചിരുന്നോ? പ്രതീക്ഷിച്ചിട്ടുണ്ടാകാൻ യാതൊരു സാധ്യതയുമില്ല. കാരണം ആരാണ് ഈശോയുടെ മുമ്പിൽ നിൽക്കുന്ന ഈ 11 പേര്? അത്ര വലിയ പാണ്ഡിത്യമൊന്നുമില്ലാത്ത, മീൻ പിടിച്ചു നടന്ന, ലോക പരിചയമില്ലാത്ത, യാത്ര ചെയ്തിട്ടില്ലാത്ത, ചുങ്കക്കാരായ സാധാരണ 11 പേര്. ഏത് കാലഘട്ടത്തിലാണ് ഈശോ സംസാരിക്കുന്നത്? വിമാനങ്ങളില്ലാത്ത, നല്ല കപ്പലുകൾ പോലും ഇല്ലാത്ത, യാത്രാ സൗകര്യങ്ങളില്ലാത്ത, സമ്പർക്ക മാധ്യമങ്ങളില്ലാത്ത, ഫേസ്ബുക്കും ഇമെയിലും വാട്സപ്പും ഇല്ലാത്ത നാളിൽ ഈശോ പറയുകയാണ്, ഈ ഭൂമിയിലെ എല്ലാവരോടും നിങ്ങൾ സുവിശേഷം പ്രഘോഷിക്കണം. ഇനി അവരുടെ വയസ്സ് എന്താണ്? 11 പേരിൽ യോഹന്നാൻ ഒഴിച്ച് ബാക്കി എല്ലാവരും മധ്യവയസ്സിലെത്തിയവരാണ്. യോഹന്നാൻ മാത്രം ചെറുപ്പക്കാരനായിരുന്നു. ഇവരുടെ ജീവിതാവസാനത്തിന് മുമ്പായിട്ട് ലോകം മുഴുവൻ പോകുമെന്നും എല്ലാവരോടും സുവിശേഷം പ്രഘോഷിക്കുമെന്നും ഈശോ പ്രതീക്ഷിച്ചിരുന്നോ? ലോകരക്ഷകനായ ഈശോ, പരിശുദ്ധ തൃത്വത്തിലെ 2-ാമത്തെ വ്യക്തിയായ ഈശോ നേരിട്ട് സുവിശേഷം പ്രസംഗിക്കാൻ വന്നിട്ട് പാലസ്തീനായിലെയും ജെറുസലേമിലെയും ജെറിക്കോയിലെയും ചില മുക്കിലും മൂലയിലും മാത്രമാണ് സുവിശേഷം പ്രസംഗിച്ചത്. അങ്ങനെയെങ്കിൽ അതിനുശേഷം ഈ 11 സാധാരണക്കാര്, ലോകപരിചയമില്ലാത്ത, ലോകം കണ്ടിട്ടില്ലാത്ത, നാട്ടുപരിചയമില്ലാത്ത, അഭ്യസ്ത വിദ്യരല്ലാത്ത, മുക്കവരും ചുങ്കക്കാരും ഗ്രാമീണരുമായി ഇവർ ലോകം മുഴുവൻ പോയി ഈ കപ്പലുകളും വിമാനങ്ങളും ഇല്ലാതിരുന്ന നാളുകളിൽ എല്ലാ മനുഷ്യരെയും ബന്ധപ്പെടുമെന്നും എല്ലാവരോടും സുവിശേഷം അറിയിക്കുമെന്നും ഈശോ ആഗ്രഹിച്ചിട്ടുണ്ടാകാൻ സാധ്യതയുണ്ടോ? ഒരു സാധ്യതയുമില്ല. പിന്നെ എന്തിനാണ് ഈശോ ഇങ്ങനെ പറഞ്ഞത്? നടക്കാത്തൊരു കാര്യമാണോ ഈശോ അവരോട് പറഞ്ഞത്? അല്ല. ഈശോയുടെ മുമ്പിലുണ്ടായിരുന്നത് 11 പേർ മാത്രമായിരുന്നു. പക്ഷെ ഈശോയുടെ മനസ്സിലുണ്ടായിരുന്നത് 11 പേർ മാത്രമല്ല. ഈശോയുടെ മനസ്സിലുണ്ടായിരുന്നത് കാലാകാലങ്ങളിൽ സുവിശേഷം കേൾക്കാൻ സാധ്യതയുള്ള എല്ലാവരുമാണ്. ഈശോയുടെ മനസ്സിൽ നമ്മൾ ഉണ്ടായിരുന്നു. ഈശോയുടെ മനസ്സിൽ അറിയാമായിരുന്നു ഇതുപോലെ ഒരു പ്രാർത്ഥനാ സമ്മേളനം നടക്കുമെന്ന്. ഈശോയ്ക്ക് അറിയാമായിരുന്നു വിമാനങ്ങൾ വരുമെന്ന്. ഈശോയ്ക്ക് അറിയാമായിരുന്നു കപ്പലുകൾ ഉണ്ടാകുമെന്ന്. ഈശോയ്ക്ക് അറിയാമായിരുന്നു സമ്പർക്ക മാധ്യമങ്ങൾ വരുമെന്ന്. ഈ എല്ലാ സാധ്യതകളെയും ഉള്ളിൽ കണ്ടുകൊണ്ട്, സുവിശേഷം പിന്നീട് കേൾക്കാൻ സാധ്യതയുള്ള എല്ലാവരെയും ഉള്ളിൽ കണ്ടുകൊണ്ടാണ് ഈശോ പറഞ്ഞത്, നിങ്ങൾ ലോകമെങ്ങും പോയി എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രഘോഷിക്കണമെന്ന്. ഈ നിങ്ങൾ എന്ന് പറയുന്ന വാക്കിൽ ആ 11 പേർ മാത്രമല്ല ഉള്ളത്. ആ 11 പേരെ ഉദ്ദേശിച്ച് ഈശോ അത് പറയില്ല. പറഞ്ഞാൽ അത് സാധ്യമാകുന്ന കാര്യവുമല്ല. മറ്റൊരു ഉദാഹരണം നമുക്ക് നോക്കാം. ഈശോ അവരെ മാത്രമല്ല ഉദ്ദേശിച്ചത് എന്ന് മനസ്സിലാക്കാൻ. മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായം 20-ാമത്തെ വചനത്തിലേക്ക് ഒരിക്കൽ കൂടി നമുക്ക് പോകാം. മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായം 20-ാമത്തെ വചനം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അവർക്ക് ജ്ഞാനസ്നാനം നൽകുവിൻ. ഞാൻ നിങ്ങളോട് കൽപ്പിച്ചവയെല്ലാം അനുസരിക്കാൻ അവരെ പഠിപ്പിക്കുവിൻ. അടുത്ത വാക്കുകൾ ശ്രദ്ധിക്കണം. യുഗാന്തം വരെ എന്നും ഞാൻ നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കും. എത്ര നാളാണ് ഉണ്ടായിരിക്കുക? യുഗാന്തം വരെ. ആരോടാണ് സംസാരിക്കുന്നത്? മധ്യവയസ്സിലെത്തിയ 10 പേരോടും ചെറുപ്പക്കാരനായ യോഹന്നാനോടുമാണ് സംസാരിക്കുന്നത്. ഏറിയാൽ അവർ എത്ര നാൾ ജീവിക്കും? 50-60 വർഷം. യോഹന്നാനാണ് ഏറ്റവും അവസാനം മരിച്ച അപ്പോസ്തലൻ. 1-ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തോടെ യോഹന്നാനും മരിച്ചു. ഇവരെല്ലാവരും യുഗാന്തം വരെ ജീവിക്കുമെന്ന് ഈശോ വിചാരിച്ചിരുന്നോ? ഇവരെല്ലാവരും യുഗാന്തം വരെ ജീവിക്കുമെന്ന് ഈശോ ജീവിച്ചിരുന്നോ? ഇല്ല, ഈശോ പ്രതീക്ഷിച്ചിട്ടില്ല.
അവരോടും മാത്രമായിട്ടാണ് ഈശോ സംസാരിച്ചതെങ്കിൽ ഈശോ എങ്ങനെ പറയണമായിരുന്നു? നിങ്ങളുടെ ജീവിതത്തിൻ്റെ അവസാനം വരെ ഞാൻ നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കും. നിങ്ങളുടെ അവസാന ശ്വാസം വരെ ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കും. നിങ്ങൾ മരിക്കുന്നത് വരെ ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കും. അല്ലെങ്കിൽ 1-ാം നൂറ്റാണ്ടിൻ്റെ അവസാനം വരെ ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കുമെന്ന് പറഞ്ഞാൽ മതി. 50-40 വർഷം മാത്രം ജീവിച്ചിരിക്കാൻ സാധ്യതയുള്ളവരോട് യുഗാന്തം വരെ ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കുമെന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്താണ്? അപ്പോൾ നാം എന്ത് മനസ്സിലാക്കണം? ഈശോ പറഞ്ഞത് അവരെ മാത്രം ഉദ്ദേശിച്ചല്ല. അവരെ മാത്രം ഉദ്ദേശിച്ചാണെങ്കിൽ, പ്രിയപ്പെട്ടവരെ, നിങ്ങൾ മരിക്കുന്നത് വരെ ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കുമെന്ന് പറഞ്ഞാൽ ധാരാളം മതിയാകുമായിരുന്നു. അല്ലെങ്കിൽ 1-ാം നൂറ്റാണ്ടിൻ്റെ അവസാനം വരെ ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കുമെന്ന് പറഞ്ഞാൽ മതിയായിരുന്നു. കാരണം 1-ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തോടെ എല്ലാ ശിഷ്യന്മാരും വധിക്കപ്പെട്ടു, എല്ലാ അപ്പോസ്തലന്മാരും രക്തസാക്ഷികളായി തീർന്നു. അവരോട് യുഗാന്തം വരെ നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കുമെന്ന് പറയേണ്ട ആവശ്യമില്ല. അപ്പോൾ നിങ്ങൾ എന്ന് പറയുന്നത് ആ 11 പേർ മാത്രമല്ല, നമ്മളെല്ലാവരുമാണ്. ആ നിങ്ങളിൽ ഞാനുണ്ട്, നിങ്ങളുണ്ട്. നിങ്ങളുണ്ട് ആ നിങ്ങൾ എന്ന് പറയുന്ന വാക്കിൽ. ഇനി ഈശോ പറയുന്നു യുഗാന്തം വരെ എന്ന് പറയുന്നു. യുഗാന്തം വരെ എന്ന് പറയുന്നതിൽ ഈ കാലഘട്ടങ്ങൾ മുഴുവനുമുണ്ട്. ഈ 2024 ഉണ്ട്. ഈ 2024 ജൂൺ 17 അതിലുണ്ട്. ഈ സമ്മേളനം ഈശോയുടെ മനസ്സിലുണ്ട്. ഈ പരിശീലനം ഈശോയുടെ മനസ്സിലുണ്ട്. എല്ലാ സാധ്യതകളും മുന്നിൽ കണ്ടുകൊണ്ടാണ് ഈശോ പറയുന്നത്, നിങ്ങൾ ലോകമെങ്ങും പോയി എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രഘോഷിക്കുവിൻ. അപ്പോൾ നമ്മളെല്ലാവരും ഇതിൽ ഉണ്ട്. സാധാരണ രീതിയിൽ സുവിശേഷ പ്രഘോഷണത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നമ്മൾ എന്താണ് കരുതുക? ആരാണ് സുവിശേഷം പ്രഘോഷിക്കേണ്ടത്? വൈദികർ സുവിശേഷം പ്രഘോഷിക്കണം, സന്യസ്തർ സുവിശേഷം പ്രഘോഷിക്കണം, പിന്നെ സമയവും സൗകര്യവും ഒക്കെയുള്ള കുറച്ച് ആത്മായ പ്രേക്ഷിതരും സുവിശേഷം പ്രഘോഷിക്കണം. ബാക്കിയുള്ളവരൊക്കെ എന്ത് ചെയ്യണം? സുവിശേഷം കേൾക്കണം, സുവിശേഷം അനുസരിച്ച് ജീവിക്കണം, അത് മതി. അങ്ങനെയാണ് നമ്മൾ കരുതാറുള്ളത്. പക്ഷെ അങ്ങനെയല്ല. സുവിശേഷം പ്രഘോഷിക്കാനുള്ള കടമ എല്ലാവർക്കുമുണ്ട്. ആരൊക്കെ സുവിശേഷം കേട്ടിട്ടുണ്ടോ അവരെല്ലാവരും സുവിശേഷം പ്രഘോഷിച്ചേ തീരൂ. ആരൊക്കെ മാമോദീസ സ്വീകരിച്ചിട്ടുണ്ടോ അവരെല്ലാവരും മിഷണറിമാരാണ്. മാമോദീസയാണ് സുവിശേഷ പ്രഘോഷണത്തിന്റെ അടിസ്ഥാനം. സുവിശേഷം പ്രഘോഷിക്കാനുള്ള വിളി ലഭിക്കുന്നത് പൗരോഹിത്യ പട്ടത്തിൽ നിന്നല്ല. സുവിശേഷം പ്രഘോഷിക്കാനുള്ള ദൈവവിളി ലഭിക്കുന്നത് സമർപ്പിത ജീവിതത്തിൽ നിന്നല്ല. അതുകൊണ്ട് ഞാനൊരു പുരോഹിതനല്ലാത്തത് കൊണ്ട് ഞാൻ സുവിശേഷം കേട്ടാൽ മതി, സുവിശേഷം ജീവിച്ചാൽ മതി എന്ന് കരുതരുത്. ഞാൻ സമർപ്പിതനോ സമർപ്പിതയോ അല്ലാത്തത് കൊണ്ട് ഞാൻ സുവിശേഷം കേട്ടാൽ മതി, സുവിശേഷം അനുസരിച്ച് ജീവിച്ചാൽ മതി എന്ന് കരുതരുത്. സുവിശേഷം പ്രഘോഷിക്കാനുള്ള വിളി ഒരു വ്യക്തിക്ക് ലഭിക്കുന്നത് സന്യാസ ജീവിതത്തിൽ നിന്നോ സമർപ്പിത ജീവിതത്തിൽ നിന്നോ പൗരോഹിത്യത്തിൽ നിന്നോ അല്ല, മറിച്ച് മാമോദീസായിൽ നിന്നാണ്. അതുകൊണ്ട് ഇവിടെ ഇരിക്കുന്നവരിൽ എത്ര പേർ മാമോദീസ സ്വീകരിച്ചിട്ടുണ്ടോ അത്രയും പേർ പ്രേക്ഷിതരാണ്. ഇവിടെ ഇരിക്കുന്നവരിൽ ആരുടെയൊക്കെ തലയിൽ മാമോദീസ ജലം വീണിട്ടുണ്ടോ അവരെല്ലാവരും മിഷണറിമാരാണ്, പ്രേക്ഷിതരാണ്. കത്തോലിക്ക സഭയുടെ ഔദ്യോഗിക മതപ്രബോധന ഗ്രന്ഥമായ കാറ്റഗിസം ഓഫ് ദി കാത്തലിക് ചർച്ചിന്റെ 900-ാമത്തെ ഖണ്ഡിക പറയുന്നു, സുവിശേഷം പ്രഘോഷിക്കാനുള്ള വിളി ലഭിക്കുന്നത് മാമോദീസായിൽ നിന്നും സ്ഥൈര്യലേപനത്തിൽ നിന്നുമാണ്. ഞാനൊരു മെത്രാനായതുകൊണ്ട് എൻ്റെ ഏറ്റവും ആദ്യത്തെ കടമ സുവിശേഷം പ്രഘോഷിക്കലാണ്. ഞാനൊരു വൈദികനായതുകൊണ്ട് എൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കടമ സുവിശേഷം പ്രഘോഷിക്കലാണ്. ഇനി ഞാനൊരു മെത്രാനും വൈദികനും ആയില്ലെങ്കിൽ തന്നെ ഒരു ക്രിസ്ത്യാനി എന്ന നിലയ്ക്ക്, ക്രിസ്തുവിൻ്റെ നാമത്തിൽ മാമോദീസ സ്വീകരിച്ചവനെന്ന നിലയ്ക്ക് എൻ്റെ കടമയാണ് സുവിശേഷം പ്രഘോഷിക്കുക എന്നത്. സുവിശേഷം പ്രഘോഷിക്കാൻ വിളിക്കപ്പെട്ടവരാണ് നമ്മളെല്ലാവരും. നിങ്ങളെ സാധാരണ രീതിയിൽ പ്രവാസികൾ എന്ന് വിളിക്കാറുണ്ട്. പ്രവാസി കാര്യാലയം, പ്രവാസികൾക്ക് വേണ്ടിയുള്ള ശുശ്രൂഷകൾ എന്നൊക്കെ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷെ ഞാൻ നിങ്ങൾ ആരെയും പ്രവാസികളായി കാണുന്നില്ല. നിങ്ങൾ പ്രവാസികളല്ല, നിങ്ങൾ പ്രേക്ഷിതരാണ്. നിങ്ങൾ പ്രവാസികളെല്ലാം, നിങ്ങൾ പ്രേക്ഷിതരാണ്. നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഒരു നിർണായക ഘട്ടത്തിൽ നിങ്ങൾ ഇങ്ങോട്ട് വരാൻ തീരുമാനിച്ചത് നിങ്ങളുടെ മാത്രം തീരുമാനമാണെന്ന് കരുതരുത്. ആ തീരുമാനത്തിന് പിന്നിൽ കർത്താവ് ഉണ്ടായിരുന്നു. ആ തീരുമാനത്തിന് പിന്നിൽ പരിശുദ്ധാത്മാവ് ഉണ്ടായിരുന്നു. നിങ്ങളിവിടെ പ്രവാസികളല്ല, പ്രേക്ഷിതരാണ്. നിങ്ങളുടെ ജീവിതം പ്രവാസി ജീവിതമല്ല, നിങ്ങളുടെ ജീവിതം പ്രേക്ഷിത ജീവിതമാണ്. ക്രിസ്തുവിന് സാക്ഷ്യം കൊടുത്തുകൊണ്ട് ഈ മരുഭൂമിയിൽ നിങ്ങൾ ജീവിക്കുന്നത് ഒരു പ്രേക്ഷിത പ്രവർത്തനമാണ്. നിങ്ങളെ കർത്താവാണ് കൊണ്ടുവന്നത്. നിങ്ങളെ കർത്താവിൻ്റെ പദ്ധതി അനുസരിച്ച് ഇങ്ങോട്ട് കൊണ്ടുവന്നതാണ്. അതുകൊണ്ട് പ്രവാസികളാണെന്ന് കരുതരുത്, നിങ്ങൾ പ്രേക്ഷിതരാണ്. നിങ്ങൾ പ്രേക്ഷിതരാണ്.
ഇനി നമുക്ക് വിശുദ്ധ ഗ്രന്ഥത്തിലേക്ക് വീണ്ടും പോകാം. ആരാണ് ആദിമസഭയിൽ സുവിശേഷം പ്രസംഗിച്ചത്? അപ്പോസ്തലന്മാർ മാത്രമാണോ പ്രസംഗിച്ചത്? അല്ല. അപ്പോസ്തലന്മാരോടൊപ്പം സാധാരണ ക്രിസ്ത്യാനികൾ, സാധാരണ വിശ്വാസികൾ സുവിശേഷ പ്രവർത്തനത്തിൽ വളരെ സജീവമായി പങ്കുപറ്റിയിരുന്നു. കുറച്ച് ഉദാഹരണങ്ങൾ നമുക്ക് നോക്കാം. അപ്പോസ്തല പ്രവർത്തനങ്ങൾ 8-ാം അധ്യായത്തിലേക്ക് നമുക്ക് പോകാം. അപ്പോസ്തല പ്രവർത്തനങ്ങൾ 8-ാം അധ്യായം. നമുക്ക് ഓരോ വചനമായി വായിക്കാം. 1-ാമത്തെ വചനം, സാവൂൾ ഈ വധത്തെ അനുകൂലിച്ചു. അന്ന് ജെറുസലേമിലെ സഭയ്ക്കെതിരായി വലിയ പീഡനം നടന്നു. അടുത്ത വാക്കുകൾ ശ്രദ്ധിക്കണം. അപ്പസ്തോലന്മാരൊഴികെ മറ്റെല്ലാവരും യൂദയായുടെയും സമരിയായുടെയും ഗ്രാമങ്ങളിലേക്ക് ചിതറിപ്പോയി. ആരുടെ വധത്തെക്കുറിച്ചാണ് ഇവിടെ സംസാരിക്കുന്നത്? സ്തേഫാനോസിന്റെ വധത്തെക്കുറിച്ച്. സ്തേഫാനോസിനെ അവർ കല്ലെറിയുമ്പോൾ വസ്ത്രങ്ങൾ സൂക്ഷിച്ചത് പൗലോസിന്റെ കാൽക്കലായിരുന്നു. പൗലോസ് സന്തോഷിച്ചു. പൗലോസ് ആ വധത്തെ അംഗീകരിച്ചു. സ്തേഫാനോസ് കൊല്ലപ്പെടേണ്ടതാണ്, സ്തേഫാനോസ് മരിച്ചത് നന്നായി എന്ന രീതിയിലാണ് പൗലോസ് പ്രതികരിച്ചത്. അതിനുശേഷം എന്താണ് സംഭവിച്ചത്? സഭയ്ക്കെതിരായി വലിയ പീഡനം നടന്നു. അടുത്ത വാക്കുകൾ ശ്രദ്ധിക്കണം. അപ്പസ്തോലന്മാരൊഴികെ മറ്റെല്ലാവരും യൂദയായുടെയും സമരിയായുടെയും ഗ്രാമങ്ങളിലേക്ക് ചിതറിപ്പോയി. ആരാണ് ചിതറിപ്പോയത്? അപ്പസ്തോലന്മാരാണോ? അല്ല. അപ്പസ്തോലന്മാരൊഴികെയുള്ളവർ അവരാരാണ്? സാധാരണ വിശ്വാസികൾ, സാധാരണ കുടുംബജീവിതക്കാർ, സാധാരണ അൽമായർ, അവരാണ് ചിതറിപ്പോയത്. അപ്പോൾ ആരാണ് ചിതറിപ്പോയത് എന്ന് മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ട് 4-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. അപ്പോസ്തല പ്രവർത്തനങ്ങൾ 8-ാം അധ്യായം 4-ാമത്തെ വാക്യം. ചിതറിക്കപ്പെട്ടവർ, ഒരുമിച്ച് വായിക്കാം. ചിതറിക്കപ്പെട്ടവർ വചനം പ്രസംഗിച്ചുകൊണ്ട് ചുറ്റി സഞ്ചരിച്ചു. ചിതറിക്കപ്പെട്ടവർ വചനം പ്രസംഗിച്ചുകൊണ്ട് ചുറ്റി സഞ്ചരിച്ചു. ആരാണ് ചിതറിക്കപ്പെട്ടത്? അപ്പസ്തോലന്മാരൊഴികെയുള്ള സാധാരണ വിശ്വാസികൾ. അപ്പോൾ ആരാണ് വചനം പ്രസംഗിച്ചുകൊണ്ട് ചുറ്റി സഞ്ചരിച്ചത്? സാധാരണ വിശ്വാസികൾ, സാധാരണ ക്രിസ്ത്യാനികൾ. അവരാണ് വചനം പ്രസംഗിച്ചുകൊണ്ട് ചുറ്റി സഞ്ചരിച്ചത്. അപ്പോൾ അവർ ചിതറിക്കപ്പെട്ടപ്പോൾ, അവർ പീഡിപ്പിക്കപ്പെട്ടപ്പോൾ അവർ വിശ്വാസ ജീവിതം ഉപേക്ഷിച്ചില്ല. ക്രിസ്തുവിനോടുള്ള അവരുടെ സ്നേഹം അവർ ഉപേക്ഷിച്ചില്ല. മറിച്ച് ഈ ചിതറിക്കപ്പെട്ട പീഡിപ്പിക്കപ്പെട്ട ക്രിസ്ത്യാനികൾ പുതിയ സ്ഥലങ്ങളിൽ പോയി സുവിശേഷം എത്തിച്ചു. പ്രിയപ്പെട്ടവരെ, നമ്മളെല്ലാവരും ചിതറിക്കപ്പെട്ടവരാണ്. ഞാൻ ചിതറിക്കപ്പെട്ടവനാണ്, നിങ്ങൾ ചിതറിക്കപ്പെട്ടവരാണ്. ഈ ചിതറിക്കപ്പെട്ട് നമുക്ക് ഒരു ഉത്തരവാദിത്വമുണ്ട്. ആയിരിക്കുന്ന സ്ഥലത്ത് ക്രിസ്തുവിന് സാക്ഷ്യം കൊടുക്കുക. കാരണം നമ്മെ ചിതറിച്ചത് കർത്താവാണ്. നമ്മെ ചിതറിച്ചതും ഇങ്ങോട്ട് കൊണ്ടുവന്നതും കർത്താവാണ്. ഇത് കർത്താവിൻ്റെ പദ്ധതിയാണ്. അവർ വെറുതെ കുറച്ച് സ്ഥലത്ത് പോയി സുവിശേഷം പ്രസംഗിക്കുകയല്ല ചെയ്തത്. അവരൊരു സമൂഹത്തെ രൂപപ്പെടുത്തി, ക്രിസ്തുവിൽ അവരെ വളർത്തി, അവർക്ക് മാമോദീസ പോലും കൊടുത്തു. ആര്? സാധാരണ ക്രിസ്ത്യാനികൾ. പിന്നീടാണ് അപ്പോസ്തലന്മാർ അങ്ങോട്ട് വന്നത്. 14 മുതലുള്ള വചനങ്ങൾ നമുക്ക് വായിക്കാം. അപ്പോസ്തല പ്രവർത്തനങ്ങൾ 8-ാം അധ്യായം 14-ാമത്തെ വചനം ആദ്യമായിട്ട് നമുക്ക് വായിക്കാം. സമരിയാക്കാർ ദൈവവചനം സ്വീകരിച്ചുവെന്ന് കേട്ടപ്പോൾ ജെറുസലേമിലുള്ള അപ്പോസ്തലന്മാർ പത്രോസിനെയും യോഹന്നാനെയും അവരുടെ അടുത്തേക്ക് അയച്ചു. അപ്പോൾ ചിതറിക്കപ്പെട്ട ക്രിസ്ത്യാനികൾ പോയി സമരിയായിൽ സുവിശേഷം പ്രസംഗിച്ചു. സമരിയക്കാർ സുവിശേഷം സ്വീകരിച്ചുവെന്ന് ജെറുസലേമിലുള്ള അപ്പോസ്തലന്മാർ കേട്ടു. അവർ ചിതറിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല, അവർ ജെറുസലേമിലുണ്ടായിരുന്നു. ഈ അപ്പോസ്തലന്മാർ എന്ത് ചെയ്തു? പത്രോസിനെയും യോഹന്നാനെയും സമരിയയിലേക്ക് അയച്ചു. ഇതാണ് ആദ്യമായി അപ്പോസ്തലന്മാർ സമരിയയിലേക്ക് പോകുന്ന സന്ദർഭം. അപ്പോസ്തലന്മാരായ പത്രോസും യോഹന്നാനും സമരിയയിലേക്ക് പോയി. അങ്ങനെ പോയപ്പോൾ അവരവിടെ എന്താണ് കണ്ടത്? തുടർന്നുള്ള വചനങ്ങൾ നമുക്ക് വായിക്കാം. 15-ഉം 16-ഉം. അവർ ചെന്ന് അവിടെയുള്ളവർ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കേണ്ടതിന് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. കാരണം അതുവരെ പരിശുദ്ധാത്മാവ് അവരിൽ ആരുടെയും മേൽ വന്നിരുന്നില്ല. കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ ജ്ഞാനസ്നാനം സ്വീകരിക്കുക മാത്രമേ ചെയ്തിരുന്നുള്ളൂ. അപ്പോസ്തലന്മാർ അതുവരെ അങ്ങോട്ട് പോയിട്ടില്ല, ആദ്യമായിട്ടാണ് പോകുന്നത്. പക്ഷെ അതിനകം എന്ത് സംഭവിച്ചിരിക്കുന്നു? സമരിയാക്കാർ സുവിശേഷം കേട്ടിരിക്കുന്നു, സമരിയാക്കാർ സുവിശേഷം സ്വീകരിച്ചിരിക്കുന്നു, സമരിയാക്കാർ കർത്താവിനെ രക്ഷകനായി സ്വീകരിച്ചിരിക്കുന്നു, സമരിയാക്കാർ മാമോദീസ സ്വീകരിച്ചിരിക്കുന്നു. ഇതാരാണ് ചെയ്തത്? ചിതറിക്കപ്പെട്ട പീഡിപ്പിക്കപ്പെട്ട സാധാരണ ക്രിസ്ത്യാനികൾ, സാധാരണ വിശ്വാസികൾ. പിന്നെ അപ്പോസ്തലന്മാർ എന്താണ് ചെയ്തത്? അപ്പോസ്തലന്മാർ ചെന്ന് ഔദ്യോഗികമായി അവരുടെ ശിരസിൽ കൈവച്ച് അവർക്ക് പരിശുദ്ധാത്മാവിനെ നൽകാൻ വേണ്ടി പ്രാർത്ഥിച്ചു. 17-ാമത്തെ വചനം നമുക്ക് വായിക്കാം. 17-ാമത്തെ വചനം. പിന്നീട്
അവരുടെ മേൽ അവർ കൈകൾ വെച്ചു, അവർ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുകയും ചെയ്തു. ഇത്ര മാത്രമാണ് അപ്പോസ്തലന്മാർ ചെയ്തത്. അതുവരെ വഴിയൊരുക്കിയത് ആരാണ്? സാധാരണ ക്രിസ്ത്യാനികൾ. ഞാൻ മനസ്സിലാക്കുന്നതനുസരിച്ച് ഇവിടെയും ആദ്യമായി വചനം പ്രസംഗിക്കാൻ തുടങ്ങിയതും ഈ ക്രൈസ്തവ വിശ്വാസത്തെക്കുറിച്ച് കരുതലുണ്ടായിരുന്നതും ഈ സഭ നിലനിർത്താൻ വേണ്ടി അധ്വാനിച്ചതും അൽമായർ തന്നെയാണ്. ചിതറിക്കപ്പെട്ടവർ, സാധാരണ പ്രേക്ഷിതർ, സാധാരണ വിശ്വാസികൾ, കുടുംബജീവിതക്കാരാണ് ആരംഭിച്ചത്. പിന്നീടാണ് ആത്മീയ ശുശ്രൂഷകർ, വൈദികർ നിങ്ങളുടെ അടുത്തേക്ക് വന്നത്. ഇത് നിന്നു പോകരുത്. പുതിയ സ്ഥലങ്ങളിലേക്ക് നമ്മൾ പോകണം. പുതിയ ആൾക്കാരോട് നമ്മൾ സുവിശേഷം പ്രഘോഷിക്കണം. സുവിശേഷം പ്രഘോഷിക്കാനുള്ള കടമ നമ്മുടെ എല്ലാവരുടെയും കടമയാണ്. ഇത് അപ്പസ്തോലന്മാരുടെ മാത്രം പണിയായി സുവിശേഷം വിശുദ്ധ ഗ്രന്ഥം നമ്മെ കാണിച്ചു തരുന്നില്ല. അപ്പസ്തോലന്മാരുടെ പണി മാത്രമായി വിശുദ്ധ ഗ്രന്ഥം ഇതിനെ അവതരിപ്പിക്കുന്നുണ്ടോ? ഇല്ല. അങ്ങനെയെങ്കിൽ പിന്നെ എന്തിനാണ് ഇങ്ങനെ സംഭവിച്ച കാര്യം എഴുതപ്പെട്ടിരിക്കുന്നത്? മറ്റൊരു ഉദാഹരണം നമുക്ക് നോക്കാം. ലൂക്കായുടെ സുവിശേഷം 10-ാം അധ്യായം 1-ാമത്തെ വചനം. ലൂക്കായുടെ സുവിശേഷം 10-ാം അധ്യായം 1-ാമത്തെ വചനം. ലൂക്കായുടെ സുവിശേഷം 10-ാം അധ്യായം 1-ാമത്തെ വചനം നമുക്ക് ഒരുമിച്ച് വായിക്കാം. അനന്തരം കർത്താവ് വേറെ 72 പേരെ തിരഞ്ഞെടുത്ത് താൻ പോകാനിരുന്ന എല്ലാ പട്ടണങ്ങളിലേക്കും നാട്ടിൻപുറങ്ങളിലേക്കും ഈ 2 പേരായി അവരെ തനിക്ക് മുമ്പേ അയച്ചു. നിങ്ങളിങ്ങനെ വായിക്കുമ്പോൾ ഉറക്കം വരാതെ വളരെ ശ്രദ്ധയോടെ ഈ വചന ശുശ്രൂഷയിൽ പങ്കെടുക്കാൻ സാധിക്കും. ഇനി ആരെങ്കിലും അടുത്തിരുന്ന് ഉറക്കം തൂങ്ങുന്നതായി കാണുന്നുവെങ്കിൽ നിങ്ങൾ വളരെ ശക്തമായി വായിക്കുക. അപ്പോൾ അവർ ഉണരും. അപ്പോൾ അതൊരു പരസഹായമായിട്ട് മാറും. അതുകൊണ്ട് ഈ വചനം ഒരുമിച്ച് വായിക്കുന്നത് വളരെ നല്ലതാണ്. നമുക്ക് ഈ വചനം ശ്രദ്ധിക്കാം. അനന്തരം കർത്താവ് വേറെ 72 പേരെ. എന്തുകൊണ്ടാണ് ഈശോ വേറെ 72 പേരെ അയച്ചു എന്ന് പറഞ്ഞിരിക്കുന്നത്? വേറെ 72 പേരെ. കാരണം എന്താണ്? അതിന് മുമ്പുള്ള അധ്യായത്തിൽ 9-ാമത്തെ അധ്യായത്തിൽ 12 പേരെ അയക്കുന്നതിനെ കുറിച്ച് ഈശോ പറഞ്ഞിട്ടുണ്ട്. ലൂക്കായുടെ സുവിശേഷം 9-ാം അധ്യായം 1-ാമത്തെ വചനം നമുക്ക് വായിക്കാം. ലൂക്കായുടെ സുവിശേഷം 9-ാം അധ്യായം 1-ാമത്തെ വചനം. അവൻ 12 പേരെയും വിളിച്ച് സകല പിശാചുക്കളുടെയും മേൽ അവർക്ക് അധികാരവും ശക്തിയും കൊടുത്തു. അപ്പോൾ 12 പേരെ വിളിച്ച് അവരെ അയക്കുന്ന കാര്യം 9-ാം അധ്യായത്തിൽ വിവരിച്ചിട്ടുണ്ട്. അവരാരാണ്? അപ്പോസ്തലന്മാർ. അതുകൊണ്ടാണ് 10-ാമത്തെ അധ്യായം 1-ാമത്തെ വചനത്തിൽ വേറെ 72 പേർ എന്ന് പറഞ്ഞിരിക്കുന്നത്. ഈ വേറെ 72 പേര് എന്ന് പറയുമ്പോൾ നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത്? ഈ 12 പേര് ഈ 72-ൽ ഉണ്ടോ? ഇല്ല. അവരെ കുറിച്ചല്ല സംസാരിക്കുന്നത്. ഇത് വേറെ 72 പേരാണ്. അപ്പോൾ ഈശോ അയച്ചത് 12 പേരെ മാത്രമാണോ? ഈശോ അയച്ചത് അപ്പസ്തോലന്മാരെ മാത്രമാണോ? അല്ല. അപ്പസ്തോലന്മാർ ഈശോ അയച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ തനിക്ക് വേണ്ടി വഴിയൊരുക്കുവാനും തൻ്റെ സുവിശേഷ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ ക്രമീകരണങ്ങൾ നടത്തുവാനും വേറെയും പലരെയും ഈശോ അയച്ചിട്ടുണ്ട്. ഒരിക്കൽ കൂടി വായിക്കാം. 10-ാം അധ്യായം 1-ാമത്തെ വചനം. അനന്തരം കർത്താവ് വേറെ 72 പേരെ തിരഞ്ഞെടുത്ത് താൻ പോകാനിരുന്ന എല്ലാ പട്ടണങ്ങളിലേക്കും നാട്ടിൻപുറങ്ങളിലേക്കും ഈ 2 പേരായി അവരെ തനിക്ക് മുമ്പേ അയച്ചു. അതുകൊണ്ട് നമ്മളെല്ലാവരും ഒന്നുകിൽ 12-ൽ അല്ലെങ്കിൽ 72-ൽ പെട്ടവരാണ്. ഒന്നുകിൽ 12-ൽ പെട്ടവരാണ് നമ്മൾ, അല്ലെങ്കിൽ 72-ൽ പെട്ടവരാണ്. അപ്പോൾ നിങ്ങൾ എന്ന് പറയുന്നതിൽ നമ്മളെല്ലാവരും ഉണ്ട്. പത്രോസിനോടും യാക്കോബിനോടും യോഹന്നാനോടും ഒക്കെ ഈശോ അങ്ങനെ പറഞ്ഞു. എന്നോടിത് പറഞ്ഞിട്ടില്ല എന്ന് കരുതരുത്. എന്നോടും പറഞ്ഞിട്ടുണ്ട്. സുവിശേഷം കേട്ടാൽ പോരാ, സുവിശേഷം അനുസരിച്ച് ജീവിച്ചാൽ പോരാ, സുവിശേഷം പ്രഘോഷിക്കണം. കത്തോലിക്ക സഭയുടെ ഔദ്യോഗിക മതപ്രബോധന ഗ്രന്ഥമായ കാറ്റഗിസം ഓഫ് ദ കാത്തലിക് ചർച്ചിൻ്റെ 1628-ാമത്തെ ഖണ്ഡിക പറയുന്നു, നിത്യരക്ഷ പ്രാപിക്കാൻ, ശ്രദ്ധിക്കണം, നിത്യരക്ഷ പ്രാപിക്കാൻ സുവിശേഷം കേട്ടാൽ പോരാ, സുവിശേഷം അനുസരിച്ച് ജീവിച്ചാൽ പോരാ, സുവിശേഷം പ്രഘോഷിക്കണം. എന്തിനാണ്? നിത്യരക്ഷ പ്രാപിക്കാൻ. സ്വർഗസ്ഥനായ പിതാവിന്റെ മുമ്പിൽ നമ്മൾ അംഗീകരിക്കപ്പെടണമെങ്കിൽ നമ്മൾ സുവിശേഷം കേട്ടാൽ പോരാ. ആർക്കും കേൾക്കാം, യാത്ര ചെയ്യുമ്പോൾ കേൾക്കാം, അടുക്കളയിൽ പണി ചെയ്യുമ്പോൾ കേൾക്കാം, നല്ല കാര്യം. പക്ഷെ അവിടെ നിൽക്കരുത്. സുവിശേഷം കേട്ടാൽ പോരാ, സുവിശേഷം അനുസരിച്ച് ജീവിച്ചാൽ പോരാ, സുവിശേഷം പ്രഘോഷിക്കണം, സാക്ഷ്യം കൊടുക്കണം. അവർക്കാണ് നിത്യരക്ഷ ലഭിക്കുന്നത്. ഇങ്ങനെ കത്തോലിക്ക സഭയ്ക്ക് പഠിപ്പിക്കാൻ എന്തെങ്കിലും അടിസ്ഥാനമുണ്ടോ? വെറുതെ സഭ അങ്ങ് പഠിപ്പിക്കുന്നതാണോ? അല്ല, അടിസ്ഥാനമുണ്ട്. എവിടെയാണ് അടിസ്ഥാനമുള്ളത്? യേശുവിൻ്റെ തന്നെ വാക്കുകളിൽ അടിസ്ഥാനമുണ്ട്. നമുക്ക് നോക്കാം. മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായം 32-33 വചനങ്ങൾ. മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായം 32-33 വചനങ്ങൾ.
ഈശോ സാക്ഷ്യം കൊടുക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് സംസാരിച്ചുകൊണ്ട് അവസാനമായി പറയുന്ന കാര്യങ്ങളാണിത്. മനുഷ്യരുടെ മുമ്പിൽ എന്നെ ഏറ്റുപറയുന്നവനെ എൻ്റെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ മുമ്പിൽ ഞാനും ഏറ്റുപറയും. മനുഷ്യരുടെ മുമ്പിൽ എന്നെ തള്ളിപ്പറയുന്നവനെ എൻ്റെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ മുമ്പിൽ ഞാനും തള്ളിപ്പറയും. ഒരിക്കൽ കൂടി വായിക്കാം. മനുഷ്യരുടെ മുമ്പിൽ എന്നെ ഏറ്റുപറയുന്നവനെ എൻ്റെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ മുമ്പിൽ ഞാനും ഏറ്റുപറയും. മനുഷ്യരുടെ മുമ്പിൽ എന്നെ തള്ളിപ്പറയുന്നവനെ എൻ്റെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ മുമ്പിൽ ഞാനും തള്ളിപ്പറയും. അപ്പോൾ അടിസ്ഥാനമുണ്ടോ? ഉണ്ട്. പിതാവായ ദൈവത്തിൻ്റെ മുമ്പിൽ നമ്മൾ സ്വീകരിക്കപ്പെടണമെങ്കിൽ, പിതാവായ ദൈവത്തിൻ്റെ മുമ്പിൽ ക്രിസ്തു നമുക്ക് സാക്ഷ്യം കൊടുക്കണമെങ്കിൽ ഈ ഭൂമിയിൽ നമ്മൾ അവന് സാക്ഷ്യം കൊടുക്കണം. ഈ ഭൂമിയിൽ നമ്മൾ അവനെക്കുറിച്ച് സംസാരിക്കണം. അവനെക്കുറിച്ച് സംസാരിക്കാതെ, അവന് സാക്ഷ്യം കൊടുക്കാതെ അവൻ നമ്മെ ഏറ്റുപറയുമെന്ന് നമ്മൾ കരുതരുത്. അതുകൊണ്ടാണ് സഭ പഠിപ്പിക്കുന്നത്, സുവിശേഷം അനുസരിച്ച് ജീവിച്ചാൽ പോരാ, സുവിശേഷം പ്രഘോഷിക്കണം. അപ്പോഴാണ് നിത്യരക്ഷ പ്രാപിക്കുന്നത്. യേശു വളരെ വ്യക്തമായിട്ടാണ് പറയുന്നത്, നിങ്ങൾ എനിക്ക് സാക്ഷ്യം കൊടുത്താൽ ഞാൻ നിങ്ങൾക്ക് സാക്ഷ്യം നൽകും. നിങ്ങൾ എന്നെ തള്ളി പറഞ്ഞാലോ ഞാൻ നിങ്ങളെയും തള്ളിപ്പറയും. വളരെ വ്യക്തം, ഒരു സംശയത്തിനും ഇടയില്ല. അപ്പോൾ സുവിശേഷം പ്രഘോഷിക്കപ്പെടണം. സുവിശേഷം കേട്ടാൽ പോരാ, സുവിശേഷം അനുസരിച്ച് ജീവിച്ചാൽ പോരാ. സുവിശേഷം പ്രഘോഷിക്കുമ്പോഴാണ് സ്വർഗരാജ്യത്തിൽ നമുക്ക് സ്ഥാനം ലഭിക്കുന്നത്. പിതാവായ ദൈവത്തിന് മുമ്പിൽ ഈശോ നമ്മെ ഏറ്റുപറയുന്നത് നമ്മൾ സുവിശേഷം പ്രഘോഷിക്കുമ്പോഴാണ്. പ്രിയ സഹോദരി സഹോദരന്മാരെ, ആദിമ സഭയിലെ സാധാരണ ക്രിസ്ത്യാനികൾ, സാധാരണ വിശ്വാസികൾ ഈ ബോധ്യമുള്ളവരായിരുന്നു. അവർ അപ്പസ്തോലന്മാരോട് ചേർന്ന് ശക്തമായ സുവിശേഷ പ്രവർത്തനം നടത്തി. അപ്പസ്തോലന്മാരുടെ കൂടെ നടന്നു. അപ്പസ്തോലന്മാർക്ക് ഭക്ഷണം കൊടുത്തു. അപ്പസ്തോലന്മാർക്ക് താമസം കൊടുത്തു. അപ്പസ്തോലന്മാരുടെ കൂടെ നിന്ന് പ്രസംഗിച്ചു. അപ്പസ്തോലന്മാർക്ക് സഹപ്രവർത്തകരായവർ നിലകൊണ്ടു. അവരാരായിരുന്നു? സാധാരണ കുടുംബജീവിതക്കാർ. നമുക്കൊരു തോന്നലില്ലേ, എനിക്ക് ഭർത്താവുണ്ട്, മക്കളുണ്ട്, ജോലിയുണ്ട്, അനേകം കാര്യങ്ങളുണ്ട്, ഇതൊക്കെ വിട്ടിട്ട് ഞാൻ എങ്ങനെ സുവിശേഷം പറയാനാണ്? എനിക്ക് ഭാര്യയുണ്ട്, മക്കളുണ്ട്, പ്രാരാബ്ദങ്ങളുണ്ട്, ഇതൊക്കെ വിട്ടിട്ട് ഞാൻ എങ്ങനെ സുവിശേഷം പറയും എന്ന് കരുതുന്ന ചിലരെങ്കിലും ഇല്ലേ നമ്മുടെ ഇടയിൽ? പക്ഷേ വിശുദ്ധ ഗ്രന്ഥത്തിലേക്ക് നമുക്ക് പോകാം. അവിടെ നമുക്ക് കാണാൻ സാധിക്കും, സാധാരണ കുടുംബജീവിതക്കാർ, സാധാരണ അപ്പനും അമ്മയും മക്കളും സഹോദരങ്ങളും സുവിശേഷത്തിന് വേണ്ടി ജീവിച്ച അനേകം ഉദാഹരണങ്ങൾ വിശുദ്ധ ഗ്രന്ഥത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. കുറച്ച് ഉദാഹരണങ്ങൾ നമുക്ക് നോക്കാം. അപ്പോസ്തല പ്രവർത്തനങ്ങൾ 18-ാം അധ്യായം 1 മുതൽ 4 വരെയുള്ള വചനങ്ങൾ. അപ്പോസ്തല പ്രവർത്തനങ്ങൾ 18-ാം അധ്യായം 1 മുതൽ 4 വരെയുള്ള വചനങ്ങൾ. പൗലോസ് ശ്ലീഹായെ സുവിശേഷ പ്രവർത്തനത്തിൽ സഹായിച്ച അക്വില പ്രിഷില്ല എന്ന് പറഞ്ഞ ദമ്പതികളെ നമുക്ക് ഇവിടെ പരിചയപ്പെടാൻ സാധിക്കും. വായിക്കാം. ഇതിനുശേഷം പൗലോസ് ആഥൻസ് വിട്ട് കോറിന്തോസിലെത്തി. അവൻ പോന്തസുകാരനായ അക്വില എന്നൊരു യഹൂദനെ കണ്ടുമുട്ടി. അവൻ തൻ്റെ ഭാര്യയായ പ്രിഷില്ലയോടൊപ്പം ആയിടെ ഇറ്റലിയിൽ നിന്ന് എത്തിയതേ ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ എല്ലാ യഹൂദരും റോമ വിട്ടുകൊള്ളണമെന്ന് ക്ലൗദിയൂസിന് കൽപ്പനയുണ്ടായിരുന്നു. പൗലോസ് അവരുടെ വീട്ടിൽ ചെന്നു. അവർ ഒരേ തൊഴിൽക്കാരായിരുന്നത് കൊണ്ട് അവൻ അവരുടെ കൂടെ താമസിക്കുകയും ഒന്നിച്ച് ജോലി ചെയ്യുകയും ചെയ്തു. കൂടാരപ്പണിയായിരുന്നു അവരുടെ ജോലി. എല്ലാ സാബത്തിലും അവൻ സിനഗോഗിൽ വെച്ച് സംവാദത്തിൽ ഏർപ്പെടുകയും യഹൂദരെയും ഗ്രീക്കുകാരെയും വിശ്വസിക്കാൻ പ്രേരിപ്പിക്കുകയും ചെയ്തു. അക്വില യഹൂദനായിരുന്നു, ഇറ്റലിയിലായിരുന്നു താമസം. പക്ഷെ ക്ലൗദിയൂസ് ചക്രവർത്തി പറഞ്ഞു യഹൂദരെല്ലാവരും ഇറ്റലി വിട്ടു പോകണം. അങ്ങനെ അക്വില ഭാര്യയായ പ്രിഷില്ലയെയും കൂട്ടി തിരിച്ചു വന്നു. അവർ കൂടാരപ്പണി ചെയ്യുന്നവരായിരുന്നു. അവരുടെ അടുത്തേക്ക് ആര് പോയി? പൗലോസ്ലീഹ പോയി. പൗലോസ്ലീഹ കൂടാരപ്പണി ചെയ്തവനായിരുന്നു. അതുകൊണ്ട് അവർ ഒരുമിച്ച് താമസിച്ചു. പിന്നീട് അങ്ങോട്ട് അവർ ഒരുമിച്ചാണ് സുവിശേഷ പ്രസംഗം നടത്തുന്നത്. അപ്പോസ്തോലനായ പൗലോസിന് താമസ സൗകര്യം കൊടുക്കുക മാത്രമല്ല അക്വിലായും പ്രിഷില്ലായും ചെയ്തത്. അക്വിലായും പ്രിഷില്ലായും പൗലോസിനോട് കൂടെ സുവിശേഷ പ്രസംഗത്തിൽ പങ്കുപറ്റിയിരുന്നു. അവരുടെ വീട്ടിലൊരു സഭയുണ്ടായിരുന്നു. അവരുടെ വീട്ടിൽ പ്രാർത്ഥന സമ്മേളനങ്ങൾ നടക്കുമായിരുന്നു. യേശുവിൻ്റെ നാമത്തിൽ പ്രസംഗിച്ചവരെ അവർ പഠിപ്പിക്കുമായിരുന്നു, അവരെ തിരുത്തുമായിരുന്നു, അവരെ സഹായിക്കുമായിരുന്നു. ഇങ്ങനെ സുവിശേഷ പ്രവർത്തനത്തിൽ വളരെ ശക്തമായി സജീവമായി ഇടപെട്ട ദമ്പതിമാരായിരുന്നു അക്വിലായും പ്രിഷില്ലായും. അതേ അധ്യായത്തിൻ്റെ അവസാന ഭാഗത്ത് അക്വിലായും പ്രിഷില്ലായും സുവിശേഷം പ്രസംഗിക്കുന്ന അപ്പോളോസിനെ തിരുത്തുന്നതായി, ശക്തിപ്പെടുത്തുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. അപ്പോസ്തല പ്രവർത്തനങ്ങൾ 18-ാം അധ്യായം 24-ാമത്തെ വചനം നമുക്ക് വായിക്കാം. ആ ഇടയ്ക്ക് അപ്പോളോസ് എന്നു പേരുള്ള അലക്സാണ്ട്രിയക്കാരനായ ഒരു യഹൂദൻ എഫേസൂസിൽ വന്നു.
അവൻ വാഗ്മിയും വിശുദ്ധലിഖിതങ്ങളിൽ അവഗാഹം നേടിയവനുമായിരുന്നു. അപ്പോളോസ് യേശുവിൻ്റെ 12 ശിഷ്യന്മാരിൽപ്പെട്ടവനായിരുന്നോ? അല്ല. യേശുവിനെ കുറിച്ച് പിന്നീട് കേട്ടവൻ, സുവിശേഷത്തെക്കുറിച്ച് പിന്നീട് കേട്ടവൻ. അതിൻ്റെ വെളിച്ചത്തിൽ അവൻ പ്രസംഗിക്കാൻ തുടങ്ങിയിരിക്കുന്നു. അവൻ എന്താണ് ചെയ്തത്? കർത്താവിൻ്റെ മാർഗത്തെക്കുറിച്ച് അവന് ഉപദേശവും ലഭിച്ചിരുന്നു. അവന് യോഹന്നാൻ്റെ ജ്ഞാനസ്നാനത്തെക്കുറിച്ച് മാത്രമേ അറിവുണ്ടായിരുന്നുള്ളൂ. എങ്കിലും യേശുവിനെ കുറിച്ചുള്ള കാര്യങ്ങൾ ആത്മാവിൽ ഉണർവോടെ തെറ്റുകൂടാതെ പഠിപ്പിക്കുകയും പ്രസംഗിക്കുകയും ചെയ്തു. അവൻ സിനഗോഗിലും ധൈര്യപൂർവ്വം പ്രസംഗിക്കാൻ തുടങ്ങി. അപ്പോൾ അവന് കിട്ടിയതനുസരിച്ച് അവൻ പ്രസംഗിക്കാൻ തുടങ്ങി. അവൻ യോഹന്നാൻ്റെ മാമോദീസയെക്കുറിച്ച് മാത്രമേ കേട്ടിട്ടുണ്ടായിരുന്നുള്ളൂ. എന്നാലും യേശുവിനെ കുറിച്ച് കേട്ടതിൻ്റെ വെളിച്ചത്തിൽ ആത്മാവിൻ്റെ അഭിഷേകത്താൽ തെറ്റുകൂടാതെ അവൻ പ്രസംഗിച്ചു കൊണ്ടിരുന്നു. സിനഗോഗിൽ പോയി അവൻ പ്രസംഗിക്കാൻ തുടങ്ങി. ഇവിടെ അപ്പസ്തോലന്മാരല്ലാത്തവരും സുവിശേഷം പ്രസംഗിക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കുന്നു. ഈ സമയത്ത് അക്വിലായും പ്രിസ്കില്ലയും എന്താണ് ചെയ്തത്? നമുക്ക് തുടർന്ന് വായിക്കാം. പ്രിസ്കില്ലയും അക്വിലയും അവൻ്റെ പ്രസംഗം കേട്ടു. അവർ അവനെ കൂട്ടിക്കൊണ്ടുപോയി ദൈവത്തിൻ്റെ മാർഗം കൂടുതൽ വ്യക്തമായി പറഞ്ഞു കൊടുത്തു. അപ്പോളോസ് വാഗ്മിയായിരുന്നു, തീഷ്ണതയോടെ പ്രസംഗിക്കുമായിരുന്നു. പക്ഷേ അവന് എല്ലാ കാര്യങ്ങളും അറിവില്ലായിരുന്നു. അപ്പോൾ അക്വിലായും പ്രിസ്കില്ലയും എന്ത് ചെയ്തു? അവനെ കൂട്ടിക്കൊണ്ടുപോയി അവന് കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു. എന്തിനു വേണ്ടി? അവൻ കൂടുതൽ തീഷ്ണമായി പ്രസംഗിക്കണം, അവൻ കൂടുതൽ തീഷ്ണമായി കർത്താവിന് വേണ്ടി അധ്വാനിക്കണം. അങ്ങനെ ദൈവരാജ്യം സ്ഥാപിക്കപ്പെടണം. അതിനുവേണ്ടി അക്വിലായും പ്രിസ്കില്ലയും അധ്വാനിക്കുന്നു. വിശുദ്ധ പൗലോസ് ശ്ലീഹ ഇവരെ വളരെ കരുതലോടെയാണ് ഓർക്കുന്നത്. പല ലേഖനങ്ങളിലും ഇവരെക്കുറിച്ച് പൗലോസ് ശ്ലീഹ സംസാരിക്കുന്നുണ്ട്. അവരുടെ വീട്ടിൽ ഒരു സഭയുണ്ടായിരുന്നു എന്ന് പൗലോസ് ശ്ലീഹ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. ഉദാഹരണത്തിന് വിശുദ്ധ പൗലോസ് ശ്ലീഹ കൊരിന്തോസുകാർക്ക് 1 ലേഖനം 16 അധ്യായം 19 വചനം നമുക്ക് വായിക്കാം. വിശുദ്ധ പൗലോസ് ശ്ലീഹ കൊരിന്തോസുകാർക്ക് 1 ലേഖനം 16 അധ്യായം 19 വചനം. ഏഷ്യയിലെ സഭകൾ നിങ്ങളെ അഭിവാദനം ചെയ്യുന്നു. അക്വിലായും പ്രിസ്കായും അവരുടെ വീട്ടിലുള്ള സഭയും കർത്താവിൽ നിങ്ങളെ ഹൃദയപൂർവ്വം അഭിവാദനം ചെയ്യുന്നു. ഇവിടെ പ്രിസ്ക എന്നാണ് എഴുതപ്പെട്ടിരിക്കുന്നത്. ഇതിനു മുമ്പ് അപ്പസ്തോല പ്രവർത്തനം 18 അധ്യായത്തിൽ നാം കണ്ടത് പ്രിസ്കില്ല എന്നാണ്. 2 പേരും ഒരാളുടെ പേര് തന്നെയാണ്. പ്രിസ്കായും പ്രിസ്കില്ലയും ഒരേ ആൾ തന്നെയാണ്, അക്വിലായുടെ ഭാര്യ. അപ്പോൾ ഇവിടെ പൗലോസ് എന്താണ് പറയുന്നത്? ഏഷ്യയിലെ സഭകൾ നിങ്ങളെ അഭിവാദനം ചെയ്യുന്നു. അക്വിലായും പ്രിസ്കായും അവരുടെ വീട്ടിലുള്ള സഭയും, അവരുടെ വീട്ടിലൊരു സഭയുണ്ടായിരുന്നു. അവർ പ്രാർത്ഥനയിൽ വളരുമായിരുന്നു, അവർ സുവിശേഷത്തിൽ വളരുമായിരുന്നു. ഒരു സഭയെ അവർ വളർത്തിക്കൊണ്ടിരുന്നു. ആര്? സാധാരണ ദമ്പതികൾ, സാധാരണ കുടുംബജീവിതക്കാർ. ഇനി നമുക്ക് റോമാക്കാർക്ക് എഴുതിയ ലേഖനം 16 അധ്യായത്തിലേക്ക് ഒന്ന് പോകാം. റോമാക്കാർക്ക് എഴുതിയ ലേഖനം 16 അധ്യായം. നിങ്ങൾ വീട്ടിൽ പോയതിനു ശേഷം ശാന്തമായി ഈ ഒരു അധ്യായം വായിക്കണം. റോമാക്കാർക്ക് എഴുതിയ ലേഖനം 16 അധ്യായം, പ്രത്യേകിച്ച് 16 അധ്യായം 1 മുതൽ 16 വരെയുള്ള വചനങ്ങൾ നിങ്ങൾ അത്ഭുതപ്പെട്ടു പോകും. സുവിശേഷ പ്രവർത്തനത്തിൽ സഹകരിച്ച സാധാരണ കുടുംബങ്ങൾ, സാധാരണ മാതാപിതാക്കൾ, മക്കൾ, സഹോദരങ്ങൾ, അവർക്കും കുടുംബങ്ങളുണ്ടായിരുന്നു, അവർക്കും പ്രാരാബ്ധങ്ങളുണ്ടായിരുന്നു, അവർക്കും ഉത്തരവാദിത്വങ്ങളുണ്ടായിരുന്നു. എൻ്റെ കുടുംബത്തിൻ്റെ എല്ലാ പ്രാരാബ്ധങ്ങളും തീർന്നതിന് ശേഷം, എൻ്റെ കുടുംബത്തിൻ്റെ എല്ലാ ആവശ്യങ്ങളും തീർന്നതിന് ശേഷം ഞാൻ സുവിശേഷം പ്രസംഗിക്കാമെന്ന് ആരെങ്കിലും കരുതിയാൽ നാം ഒരിക്കലും പ്രസംഗിക്കില്ല, നാം ഒരിക്കലും ഒഴിവുള്ളവരായിരിക്കില്ല. തിരക്കുകൾ മാറ്റിവെച്ച്, തിരക്കുകളെ കണ്ടില്ലെന്ന് വെച്ച്, ഉത്തരവാദിത്തങ്ങൾ മാറ്റിവെച്ച് ക്രിസ്തുവിന് വേണ്ടി നമ്മൾ അല്പമെങ്കിലും സമയം ചെലവഴിക്കേണ്ടിയിരിക്കുന്നു. നിങ്ങളെല്ലാവരും കുടുംബം ഉപേക്ഷിക്കണമെന്നല്ല ഞാൻ പറയുന്നത്. കുടുംബത്തിൻ്റെ ഉത്തരവാദിത്തങ്ങൾ തീർന്നതിന് ശേഷം, പ്രാരാബ്ദങ്ങൾ മാറിയതിന് ശേഷം, എല്ലാ ആവശ്യങ്ങളും തീർന്നതിന് ശേഷം സുവിശേഷം പ്രസംഗിക്കാമെന്ന് വിചാരിച്ചാൽ അതിന് തക്കതായ ഒരു സാഹചര്യം ഉണ്ടാകില്ല. ചിലപ്പോൾ ജോലി മാറ്റിവെക്കേണ്ടി വരും, ചിലപ്പോൾ ചില കാര്യങ്ങൾ കണ്ണടയ്ക്കേണ്ടി വരും, ചിലപ്പോൾ ചില ആവശ്യങ്ങൾ വേണ്ടെന്ന് വെക്കേണ്ടി വരും, ചിലപ്പോൾ ത്യാഗങ്ങൾ എടുക്കേണ്ടി വരും. അങ്ങനെ ത്യാഗങ്ങളെടുത്ത് കുടുംബത്തിൻ്റെ ആവശ്യങ്ങൾ മാറ്റിവെച്ച് കുടുംബത്തോടൊപ്പം കർത്താവിനെ ശുശ്രൂഷിച്ച അനേകരെ ഈ 16 അധ്യായത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. അവരാരും 12 അപ്പോസ്തലന്മാരിൽ പെട്ടവരായിരുന്നില്ല. കുറച്ച് വചനങ്ങൾ നമുക്ക് വായിക്കാം. വിശുദ്ധ പൗലോസ് ശ്ലീഹ റോമാക്കാർക്ക് ലേഖനം 16 അധ്യായം 1 മുതൽ 16 വരെയുള്ള വചനങ്ങൾ. 1-2 വചനങ്ങൾ നമുക്ക് ആദ്യം വായിക്കാം. ഒരു സ്ത്രീയെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. സാധാരണ ഒരു പുണ്യപ്പെട്ട സ്ത്രീ, ക്രിസ്തുവിന് വേണ്ടി ജീവിച്ച, സുവിശേഷത്തിന് വേണ്ടി ജീവിച്ച ഫോയിബെ എന്ന് പറയുന്ന ഒരു സാധാരണക്കാരി നമുക്ക് വായിക്കാം. കെങ്ക്രയിലെ സഭയിൽ ശുശ്രൂഷികയായ
നമ്മുടെ സഹോദരി ഫോയ്ബയെ നിങ്ങൾക്ക് ഞാൻ ഭരമേൽപ്പിക്കുന്നു. വിശുദ്ധർക്ക് ഉചിതമായ വിധം കർത്താവിൽ നിങ്ങൾ അവളെ സ്വീകരിക്കണം. അവൾക്ക് ആവശ്യമുള്ള ഏത് കാര്യത്തിലും അവളെ സഹായിക്കണം. എന്നാൽ അവൾ പലരെയും എന്ന പോലെ എന്നെയും സഹായിച്ചിട്ടുണ്ട്. സാധാരണ വീട്ടമ്മ, അവൾ സുവിശേഷ പ്രസംഗത്തിന് വേണ്ടി ജീവിച്ചിരിക്കുന്നു. അവൾ പൗലോസിനെ സഹായിച്ചിരിക്കുന്നു, അതുപോലെ പലരെയും സഹായിച്ചിരിക്കുന്നു. ഒരു സാധാരണ വീട്ടമ്മയ്ക്ക് സുവിശേഷ പ്രസംഗത്തിൽ പങ്കെടുക്കാൻ സാധിക്കുമോ? സാധിക്കും. ഫോയ്ബെ അതുപോലെ ഒരു സ്ത്രീയായിരുന്നു. തുടർന്ന് നമുക്ക് 3 മുതൽ 5 വരെയുള്ള വചനങ്ങൾ വായിക്കാം. അക്വിലായെക്കുറിച്ചും പ്രിസ്കില്ലയെക്കുറിച്ചും വീണ്ടും പൗലോസ് സംസാരിക്കുന്നു. യേശുക്രിസ്തുവിൽ എൻ്റെ സഹപ്രവർത്തകരായ പ്രിസ്കായ്ക്കും അക്വിലായ്ക്കും വന്ദനം പറയുവൻ. അവർ എൻ്റെ ജീവന് വേണ്ടി തങ്ങളുടെ ജീവൻ പണയപ്പെടുത്തിയവരാണ്. ഞാൻ മാത്രമല്ല, വിജാതിയുടെ സകല സഭകളും അവർക്ക് നന്ദി പറയുന്നു. അവരുടെ ഭവനത്തിൽ സമ്മേളിക്കുന്ന സഭയ്ക്കും വന്ദനം പറയുവൻ. യേശുവിൽ ക്രിസ്തുവിനുള്ള ആദ്യഫലമായ എൻ്റെ പ്രിയപ്പെട്ട എപ്പൈനത്തോസിനെ അഭിവാദനം ചെയ്യുവൻ. അപ്പോൾ ഈ അക്വിലായും പ്രിസ്കില്ലയും വീണ്ടും പൗലോസ് ശ്ലീഹ ഓർമ്മിപ്പിക്കുന്നു. പൗലോസ് ശ്ലീഹ എന്താണ് പറയുന്നത്? അവർ എനിക്ക് വേണ്ടി അധ്വാനിച്ചിട്ടുണ്ട്. എൻ്റെ ജീവൻ നിലനിർത്താൻ വേണ്ടി അവർ അവരുടെ ജീവിതത്തെ തന്നെ അപകടപ്പെടുത്തിയിട്ടുണ്ട്. അവര് ഒരു സഭയ്ക്ക് രൂപം നൽകിയിട്ടുണ്ട്. അവരുടെ വീട്ടിലൊരു സഭയുണ്ട്. അവരെയും അഭിവാദനം ചെയ്യുന്നു, അവരെയും ഓർക്കുന്നു. പിന്നീട് അങ്ങോട്ട് നമ്മൾ വായിച്ചു കഴിഞ്ഞാൽ അനേകം സാധാരണ കുടുംബജീവിതക്കാരെ, സാധാരണ അൽമായ സഹോദരങ്ങളെ നമുക്ക് കാണാൻ സാധിക്കും. വെറുതെ ഒന്ന് നമുക്ക് പെട്ടെന്ന് വായിക്കാം. 6-ാമത്തെ വചനം മുതൽ. നിങ്ങളുടെ ഇടയിൽ കഠിനാധ്വാനം ചെയ്ത മറിയത്തിനും വന്ദനം പറയുവൻ. എൻ്റെ ബന്ധുക്കളും എന്നോടുകൂടെ കാരാഗ്രഹവാസം അനുഭവിച്ചവരുമായ അന്ത്രോണിക്കോസിനും യൂണിയസിനും വന്ദനം നൽകുവിൻ. അവർ അപ്പസ്തോല ഗണത്തിലെ പ്രമുഖരും എനിക്ക് മുമ്പേ ക്രിസ്ത്യാനികളായവരുമാണ്. കർത്താവിൽ എൻ്റെ പ്രിയപ്പെട്ട ആംബ്ലിയാത്തോസിന് ആശംസകൾ അർപ്പിക്കുവിൻ. ക്രിസ്തുവിൽ നമ്മുടെ സഹപ്രവർത്തകനായ ഉർബാനോസിനും എൻ്റെ പ്രിയപ്പെട്ടവനായ സ്താക്കീസിനും വന്ദനമേകുവിൻ. ക്രിസ്തുവിൽ അംഗീകൃതനായ അപ്പല്ലേസിന് അഭിവാദനം നൽകുവിൻ. അരിസ്തോബുലോസിൻ്റെ ഭവനാംഗങ്ങളെയും അഭിവാദനം ചെയ്യുവൻ. എൻ്റെ ബന്ധുവായ ഹെറോദിയോന് വന്ദനം പറയുവൻ. നാർക്കീസുസിൻ്റെ ഭവനത്തിൽ കർത്താവിൻ്റെ ഐക്യത്തിൽ വസിക്കുന്നവർക്ക് വന്ദനം പറയുവൻ. കർത്താവിൽ അധ്വാനിക്കുന്നവരായ ത്രിഫേനായ്ക്കും ത്രിഫോസായ്ക്കും മംഗളം ആശംസിക്കുവൻ. കർത്താവിൽ കഠിനാധ്വാനം ചെയ്ത എൻ്റെ പ്രിയപ്പെട്ട പെർസിസിന് മംഗളം നൽകുവൻ. കർത്താവിൽ തിരഞ്ഞെടുക്കപ്പെട്ട റൂഫസിനും അവൻ്റെ അമ്മയ്ക്കും വന്ദനം പറയുവൻ. അവൾ എൻ്റെയും അമ്മയാണ്. അസിൻക്രിസ്തോസ്, ഫ്ലേഗോൺ, ഹെർമസ്, പത്രോബാസ്, ഹെർമാസ് എന്നിവർക്കും അവരുടെ കൂടെയുള്ള സഹോദരർക്കും അഭിവാദനം അർപ്പിക്കുവിൻ. ഫിലോലോഗോസിനും യൂലിയായ്ക്കും നെരേയൂസിനും അവൻ്റെ സഹോദരിക്കും ഒളിമ്പാസിനും അവരോട് കൂടെയുള്ള സകല വിശുദ്ധർക്കും വന്ദനം പറയുവിൻ. ഈ കേട്ടിട്ടുള്ള പേരുകൾ ഈശോയുടെ 12 ശിഷ്യന്മാരുടെ പേരിൻ്റെ കൂട്ടത്തിൽ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഇല്ല. ഇവർ ആ 12 പേരിൽ പെടുന്നവരല്ല. ഇവരാരാണ്? മാതാപിതാക്കളുണ്ട്, സഹോദരങ്ങളുണ്ട്, മക്കളുണ്ട്, വിധവകളുണ്ട്. ഇവരെല്ലാവരും സുവിശേഷ പ്രസംഗത്തിൽ വളരെ ശക്തമായി ഇടപെട്ടിരുന്നു. അപ്പസ്തോലന്മാർ മാത്രമല്ല സുവിശേഷം പ്രഘോഷിച്ചത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, സുവിശേഷം പ്രഘോഷിക്കാൻ നമുക്കെല്ലാവർക്കും കടമയുണ്ട്. നമുക്കെല്ലാവർക്കും നമ്മുടേതായ രീതിയിൽ സുവിശേഷം പ്രസംഗിക്കാൻ സാധിക്കും. നമ്മുടെ ആവശ്യങ്ങൾ മാറ്റിവെച്ചുകൊണ്ട് കർത്താവിന് അല്പം സമയം കൊടുക്കാൻ നമ്മൾ തയ്യാറായാൽ നമുക്ക് സുവിശേഷം പ്രഘോഷിക്കാൻ സാധിക്കും. 30 വർഷം ഈ വിദേശത്ത് ഒരു കമ്പനിയിൽ വളരെ ശ്രേഷ്ഠമായ ജോലി ചെയ്ത് അതിനുശേഷം 30 വർഷം കുടുംബത്തിന് വേണ്ടി അധ്വാനിച്ചതിൻ്റെ ദശാംശം 3 വർഷം കർത്താവിന് വേണ്ടി ജോലി ചെയ്യാനായി തീരുമാനിച്ചൊരു സഹോദരൻ നിങ്ങളുടെ കൂട്ടത്തിൽ ഇവിടെ ഇരിപ്പുണ്ട്. അദ്ദേഹം ഇന്ത്യയിലെ മിക്കവാറും എല്ലാ രൂപതകളും സന്ദർശിച്ചിട്ടുണ്ട്. ആ രൂപതകളെ അടുത്തറിഞ്ഞിട്ടുണ്ട്. അവിടുത്തെ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ അദ്ദേഹം നേരിട്ട് കണ്ടിട്ടുണ്ട്. ഇവിടെയുള്ള നല്ലവരായ നിങ്ങളുടെ സഹകരണം കൊണ്ട് അനേകം ദേവാലയങ്ങൾ അദ്ദേഹം പണിതിട്ടുണ്ട്. അനേകം സ്ഥലങ്ങളിൽ മിഷണറിമാർക്ക് വാഹന സൗകര്യങ്ങൾ ഏർപ്പെടുത്തി കൊടുത്തിട്ടുണ്ട്. അനേകം സ്ഥലങ്ങളിൽ ബൈബിൾ എത്തിച്ചു കൊടുത്തിട്ടുണ്ട്. അദ്ദേഹം ഒരു കുടുംബനാഥനാണ്. ഭാര്യയുണ്ട്, മക്കളുണ്ട്. അദ്ദേഹത്തിന് നല്ലൊരു ജോലി ഉണ്ടായിരുന്നു, നല്ല വരുമാനമുണ്ടായിരുന്നു. എന്നിട്ടും 30 വർഷം തൻ്റെ കുടുംബത്തിന് വേണ്ടി അധ്വാനിച്ചതിന് നന്ദി പറഞ്ഞുകൊണ്ട് 3 വർഷം കർത്താവിന് വേണ്ടി ചെലവഴിക്കാൻ അദ്ദേഹം തീരുമാനിച്ചിരിക്കുന്നു. അദ്ദേഹം നിങ്ങളുടെ ഇടയിൽ ഇപ്പോൾ ഉണ്ട്. പ്രിയപ്പെട്ട സെബാസ്റ്റ്യൻ തോമസ് ചേട്ടൻ ഒന്ന് എഴുന്നേറ്റ് നിൽക്കാമോ? ഇതൊരു വലിയൊരു മാതൃകയാണ്. സാധാരണ കുടുംബജീവിതക്കാർക്കും ഇത് സാധിക്കും.
സാധാരണ അൽമായർക്കും ഈ സുവിശേഷ പ്രവർത്തനം സാധിക്കും. 3 വർഷം വേണ്ട, ഒരു ദിവസം കർത്താവിന് വേണ്ടി അധ്വാനിച്ചുകൂടെ? ഒരു വർഷത്തിൽ ഒരു ദിവസം കർത്താവിന് വേണ്ടി മാറ്റിവെച്ചുകൂടെ? എന്തെങ്കിലും ഒരു സമയം, എന്തെങ്കിലും ഒരു ചെറിയ സഹായം ക്രിസ്തുവിന് വേണ്ടി ചെയ്തുകൂടെ? നമുക്കെല്ലാവർക്കും ചെയ്യാൻ സാധിക്കും. പ്രിയപ്പെട്ടവരെ, സുവിശേഷ പ്രവർത്തനത്തിൽ നമ്മൾ പങ്കുപറ്റുന്നത് പല രീതിയിലാണ്. എല്ലാവരും മുൻനിരയിൽ നിന്ന് പ്രസംഗിക്കണമെന്നില്ല. ഈ മുൻനിരയിൽ നിന്ന് പ്രസംഗിക്കുന്നവരെ സഹായിക്കാൻ വലിയൊരു ജനവിഭാഗം ഉണ്ടെങ്കിലേ ഈ സുവിശേഷ പ്രവർത്തനം മുന്നോട്ട് പോകുള്ളൂ. ഞാൻ മുൻനിരയിൽ നിന്ന് പ്രസംഗിക്കുന്നു. ഇങ്ങനെ ഞാൻ മുൻനിരയിൽ നിന്ന് പ്രസംഗിച്ചു കൊണ്ടിരിക്കുമ്പോൾ എനിക്ക് ഭക്ഷണം ആര് തരും? എൻ്റെ വസ്ത്രം ആര് തരും? എനിക്ക് ജീവിക്കാൻ ആര് സഹായങ്ങൾ ഒരുക്കും? എൻ്റെ പിന്നിൽ ഒരു വലിയ ഗണമുണ്ടെങ്കിലേ എനിക്ക് മുൻനിരയിൽ നിന്ന് പ്രസംഗിക്കാൻ സാധിക്കുള്ളൂ. മുൻനിരയിൽ നിന്ന് യുദ്ധം ചെയ്യുന്ന പടയാളികൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. അവർ യുദ്ധം ചെയ്ത് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. അവർ എത്ര നാൾ യുദ്ധം ചെയ്ത് മുന്നേറിക്കൊണ്ടിരിക്കും? അവർക്ക് സമയത്ത് ഭക്ഷണം എത്തിച്ചു കൊടുക്കണം, അവർക്ക് സമയത്ത് വസ്ത്രങ്ങൾ നൽകണം, അവർക്ക് ജീവിക്കാനുള്ള സംവിധാനങ്ങൾ എത്തിച്ചു കൊടുക്കണം. എങ്കിലേ അവർക്ക് പോരാടാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ അവർക്ക് വസ്ത്രം കൊടുക്കുന്നവർ യുദ്ധത്തിൽ പങ്കാളികളാണ്. അവർക്ക് ഭക്ഷണം കൊടുക്കുന്നവർ, അവരുടെ കാര്യങ്ങൾ നോക്കുന്നവർ, ഇവരെല്ലാവരും ചേർന്നാണ് ഈ പ്രവർത്തനം നടക്കുന്നത്. മറ്റൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഫുട്ബോൾ മത്സരത്തിൽ മെസ്സി ഗോളടിച്ചാൽ നമ്മൾ എന്താണ് പറയാറുള്ളത്? മെസ്സി ജയിച്ചു എന്നാണ് പറയാറുള്ളത്. ആണോ? അർജന്റീന ജയിച്ചു. ഗോളടിച്ചതാരാണ്? മെസ്സി. മെസ്സി മുൻനിരയിൽ നിന്ന് കളിക്കുന്നു. അദ്ദേഹത്തിന് എത്തിച്ചു കൊടുക്കുന്ന മധ്യനിരയിലുള്ളവരുണ്ട്, ഗോൾ വരാതെ ശ്രദ്ധിക്കുന്ന പ്രതിരോധ നിരക്കാരുണ്ട്, ഗോൾ വലയം കാക്കുന്ന ഗോളിയുണ്ട്, പുറത്ത് കോച്ചിങ് നൽകുന്ന കോച്ചുണ്ട്, ഇവരെ സഹായിക്കുന്ന കുഞ്ഞു പിള്ളേരുണ്ട്, ഇവർക്ക് ഭക്ഷണം കൊടുക്കുന്നവരുണ്ട്, ഇവർക്ക് വസ്ത്രം കൊടുക്കുന്നവരുണ്ട്, ഇവരെ സഹായിക്കുന്നവരുണ്ട്. ഇവരെ എല്ലാവരും കൂടി അധ്വാനിച്ചിട്ടാണ് മെസ്സി മുമ്പിൽ നിന്ന് ഗോളടിക്കുന്നത്. ഇത് മെസ്സിയുടെ ഗോളല്ല, ഇത് ടീമിൻ്റെ ഗോളാണ്, ഇത് അർജന്റീനയുടെ ഗോളാണ്. അങ്ങനെയാണ് അർജന്റീന ജയിക്കുന്നത്. മുൻനിരയിൽ നിന്ന് ജീവൻ പണയം വെച്ച് സുവിശേഷം പ്രസംഗിക്കുന്ന സുവിശേഷ പ്രവർത്തകർ മുന്നോട്ട് പോകണമെങ്കിൽ, ജീവൻ പണയപ്പെടുത്തിക്കൊണ്ട് സുവിശേഷം പ്രഘോഷിക്കാൻ സുവിശേഷ പ്രവർത്തകർ മുന്നോട്ട് പോകണമെങ്കിൽ, മധ്യനിരയിലും പിൻനിരയിലും പ്രതിരോധത്തിലും നമുക്ക് ആളുകൾ വേണം. എൻ്റെ കടമ ഒരു പക്ഷേ മധ്യനിരയിലായിരിക്കാം, എൻ്റെ കടമ ഒരു പക്ഷേ പ്രതിരോധ നിരയിലായിരിക്കാം, ഒരു പക്ഷേ എൻ്റെ കടമ ഈ ഗോൾ വലയം കാക്കലായിരിക്കാം, ഒരു പക്ഷേ എൻ്റെ കടമ പുറത്തായിരിക്കാം. അവർക്ക് വേണ്ടി സംരക്ഷണം കൊടുക്കുക. നമ്മളെല്ലാവരും യേശുവിൻ്റെ പ്രവർത്തനത്തിൽ പങ്കാളികളാണ്. നമുക്കെല്ലാവർക്കും ഒരേ ഉത്തരവാദിത്വമാണുള്ളത്. അതാണ് നമുക്ക് ഈ 16-ാമത്തെ അധ്യായത്തിൽ കാണാൻ സാധിക്കുന്നത്. പൗലോസ്ലീഹ മുൻനിരയിൽ നിന്ന് പ്രസംഗിക്കുന്നു. പക്ഷെ മുൻനിരയിൽ നിന്ന് പ്രസംഗിക്കുന്ന പൗലോസിലേക്ക് താമസം കൊടുക്കുന്നത്, ഭക്ഷണം കൊടുക്കുന്നത് അക്വിലായും പ്രിസ്കില്ലായുമാണ്. അദ്ദേഹത്തിന് അപകടമുണ്ടായപ്പോൾ ജീവൻ പണയം വെച്ച് അദ്ദേഹത്തെ സംരക്ഷിക്കുന്നത് അക്വിലായും പ്രിസ്കില്ലായുമാണ്. അദ്ദേഹത്തോടൊപ്പം അധ്വാനിക്കുന്നത് ഇവരെല്ലാവരുമാണ്. ഫോയ്ബ എന്ന പാവപ്പെട്ട സ്ത്രീ അദ്ദേഹത്തെ സഹായിച്ചിരിക്കുന്നു. നെരയൂസ്, ഒളിമ്പാസ് എന്ന് പറയുന്ന സാധാരണ സഹോദരങ്ങൾ അദ്ദേഹത്തെ സഹായിച്ചിരിക്കുന്നു. പ്രിയ സഹോദരി സഹോദരന്മാരെ, നമുക്കെല്ലാവർക്കും സുവിശേഷ പ്രവർത്തനത്തിൽ നമ്മുടേതായ ഒരു പങ്ക് നിർവഹിക്കാൻ സാധിക്കും. നമ്മുടെ സ്ഥാനം കണ്ടെത്താൻ സാധിക്കും. ഇത് നാം ചെയ്യണം. കാരണം ഇത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. സീറോ മലബാർ കുർബാനയിൽ നമ്മൾ ചൊല്ലുന്ന ഒരു മനോഹരമായ പ്രാർത്ഥനയുണ്ട്. സീറോ മലബാർ കുർബാന നിരന്തരം കാണുന്നവർക്ക് 4-ാമത്തെ കൃതജ്ഞതാ പ്രാർത്ഥന എന്ന് പറയുന്ന ഒരു വലിയ പ്രാർത്ഥനയുണ്ട്. സ്ഥാപനവാക്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷം വൈദികൻ തന്നെ ചൊല്ലുന്ന പ്രാർത്ഥന. ആ പ്രാർത്ഥനയുടെ മധ്യഭാഗത്തായിട്ട് നമ്മൾ ഇപ്രകാരമാണ് പ്രാർത്ഥിക്കുന്നത്: അങ്ങ് മാത്രമാണ് യഥാർത്ഥ പിതാവായ ദൈവമെന്നും അങ്ങയുടെ പ്രിയപുത്രനായ ഈശോ മിശിഹായെ അങ്ങ് അയച്ചുവെന്നും ഭൂവാസികളെല്ലാവരും അറിയട്ടെ. ഈ പ്രാർത്ഥന കേട്ടിട്ടുണ്ടോ? ഒരിക്കൽ പറയാമോ? അങ്ങ് മാത്രമാണ് യഥാർത്ഥ പിതാവായ ദൈവമെന്നും അങ്ങയുടെ പ്രിയപുത്രനായ ഈശോ മിശിഹായെ അങ്ങ് അയച്ചുവെന്നും ഭൂവാസികളെല്ലാവരും അറിയട്ടെ. ആരാണ് അറിയേണ്ടത്? ഭൂവാസികളെല്ലാവരും. എന്നിട്ട് അയൽവാസികളെങ്കിലും അറിഞ്ഞോ? അയൽവാസികളെങ്കിലും അറിഞ്ഞോ? ആരോടെങ്കിലും പറഞ്ഞോ? കൂടെ ജോലി ചെയ്യുന്നവരോട് ഇങ്ങനെ ഒരു ദൈവമുണ്ടെന്ന് പറഞ്ഞോ? നിങ്ങളുടെ അടുത്തേക്ക് വരുന്നവരോട് ആരോടെങ്കിലും ഇങ്ങനെ ഒരു യേശു ഉണ്ട് എന്ന് പറഞ്ഞോ? പറഞ്ഞില്ല എങ്കിൽ നമുക്ക് ദുരിതം. വിശുദ്ധ പൗലോസ്ലീഹ കോരിന്തോസുകാർക്ക് 1-ാം ലേഖനം 9-ാം അധ്യായം 16-ാമത്തെ വചനത്തിൽ പറയുന്നു: ഞാൻ സുവിശേഷം പ്രസംഗിക്കുന്നുവെങ്കിൽ എനിക്ക് അഹംഭാവത്തിന് യാതൊരു വകയുമില്ല, അതെൻ്റെ കടമയാണ്. ഞാൻ സുവിശേഷം പ്രസംഗിക്കുന്നില്ല എങ്കിൽ എനിക്ക് ദുരിതം. നമുക്ക് വായിക്കാം. വിശുദ്ധ പൗലോസ്ലീഹ കോരിന്തോസുകാർക്ക് ലേഖനം 9-ാം അധ്യായം 16-ാമത്തെ വചനം. വിശുദ്ധ പൗലോസ്ലീഹ
കൊരിന്ത്യക്കാർക്ക് എഴുതിയ 1 ലേഖനം 9 അധ്യായം 16 വചനം. ഞാൻ സുവിശേഷം പ്രസംഗിക്കുന്നെങ്കിൽ അതിലെനിക്ക് അഹംഭാവത്തിന് വകയില്ല, അതെൻ്റെ കടമയാണ്. ഞാൻ സുവിശേഷം പ്രസംഗിക്കുന്നില്ലെങ്കിൽ എനിക്ക് ദുരിതം. ഞാൻ സുവിശേഷം പ്രസംഗിക്കുന്നില്ലെങ്കിൽ എനിക്ക് ദുരിതം. കാരണം എന്താണ്? ഞാൻ സുവിശേഷം പ്രസംഗിക്കുന്നില്ല എങ്കിൽ, ഞാൻ യേശുവിന് സാക്ഷ്യം കൊടുക്കുന്നില്ല എങ്കിൽ യേശു എന്നെ സാക്ഷ്യപ്പെടുത്തില്ല, യേശു എന്നെ പിതാവിൻ്റെ മുമ്പിൽ ഏറ്റുപറയില്ല. അതുകൊണ്ടാണ് ദുരിതമാണെന്ന് പറയുന്നത്. ഈ ഭൂമിയിൽ 70, 80, 90 വർഷം ജീവിക്കുവാൻ അവസരം ലഭിച്ചിട്ടും സാധാരണ ഒരു ഇന്ത്യക്കാരനേക്കാൾ, സാധാരണ ഒരു മലയാളിയേക്കാൾ നല്ല മെച്ചപ്പെട്ട രീതിയിൽ ജീവിക്കാൻ കർത്താവ് വഴി ഒരുക്കി നൽകിയിട്ടും, അനേകം പ്രതിസന്ധികൾക്കിടയിൽ കർത്താവ് നമ്മെ വഴി നടത്തിയിട്ടും, അവൻ്റെ നാമത്തെ പ്രതി ഒരു മനുഷ്യനോടെങ്കിലും സംസാരിക്കാൻ നമ്മൾ മെനക്കെടുന്നില്ല എങ്കിൽ, അവന് വേണ്ടി ഒരല്പസമയമെങ്കിലും മാറ്റിവെക്കാൻ നമ്മൾ തയ്യാറാകുന്നില്ലെങ്കിൽ നമുക്ക് ദുരിതം. സുവിശേഷം കേൾക്കാത്ത അനേകം ജനങ്ങൾ ഈ ലോകത്തുണ്ട്. അനേകം ഗ്രാമങ്ങളിൽ ഇനിയും സുവിശേഷം എത്തിയിട്ടില്ല. ഞാൻ ശുശ്രൂഷ ചെയ്യുന്നത് ആദിലാബാദ് എന്ന് പറയുന്ന രൂപതയിലാണ്. ഈ രൂപതയിൽ മാത്രം 1500 ഗ്രാമപഞ്ചായത്തുകളിൽ സുവിശേഷം എത്തിയിട്ടില്ല. 1500 ഗ്രാമപഞ്ചായത്തുകളിൽ സുവിശേഷം എത്തിയിട്ടില്ല. യേശു ആരാണെന്നോ സുവിശേഷം എന്താണെന്നോ അവർക്ക് അറിഞ്ഞുകൂടാ. 2019 ഞങ്ങളുടെ രൂപതയിലെ നിർമ്മൽ എന്ന് പറയുന്ന പട്ടണത്തിൽ ഞങ്ങൾ വലിയ ഒരു സുവിശേഷ യോഗം സംഘടിപ്പിച്ചു. ഈ നിർമ്മൽ എന്ന് പറയുന്ന ജില്ലയിൽ ആദിലാബാദ് രൂപതയ്ക്ക് 35 കുടുംബങ്ങളാണുള്ളത്. 35 കത്തോലിക്ക കുടുംബങ്ങൾ. ഏകദേശം 7 ലക്ഷം ജനം വരും ആ ജില്ലയിൽ. അപ്പോൾ നിർമ്മൽ പട്ടണത്തിൽ ഞങ്ങൾ വലിയൊരു സുവിശേഷ യോഗം സംഘടിപ്പിക്കാൻ തീരുമാനിച്ചു. അപ്പോൾ എല്ലാവരും എന്നോട് ചോദിച്ചു, നിർമ്മൽ പട്ടണത്തിൽ ആരോടാണ് ഈ സുവിശേഷം പ്രസംഗിക്കുന്നത്? ആകെ 10-35 വീട്ടുകാരുണ്ട്, ആരോടാണ് പ്രസംഗിക്കുന്നത്? ഞാൻ പറഞ്ഞു, നമുക്ക് ഏറ്റവും കുറവ് കുടുംബങ്ങളുള്ള വിശ്വാസികളുള്ള ജില്ലയാണ് നിർമ്മൽ ജില്ല. എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ കേൾക്കാത്തവരുള്ള സ്ഥലമാണ്. അതുകൊണ്ട് നമ്മൾ അവിടെ പ്രഘോഷിക്കണം, അവിടെയാണ് നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ എല്ലാവരും പറഞ്ഞു, ഇത് അഹങ്കാരമാണ്, ഇത് അമിത വിശ്വാസമാണ്, ആരും വരാൻ പോകുന്നില്ല, ഒന്നും നടക്കാൻ പോകുന്നില്ല. പക്ഷെ അനേകം ദിവസത്തെ പ്രാർത്ഥനയ്ക്കും പരിത്യാഗത്തിനും ഒരുക്കത്തിനും ശേഷം 2019 നവംബറിൽ ഞങ്ങൾ സുവിശേഷം പ്രസംഗിച്ചപ്പോൾ 3000 പേർ സുവിശേഷം കേൾക്കാൻ വന്നു. വെറും 35 കുടുംബങ്ങളുള്ള ആ പട്ടണത്തിൽ നിന്ന്, ആ ജില്ലയിൽ നിന്ന് 3000-ഓളം പേർ സുവിശേഷം കേൾക്കാൻ വന്നു. യേശു എന്ന പേര് ആദ്യമായി കേട്ടിട്ടുള്ളവർ, സുവിശേഷം ആദ്യമായി കേട്ടിട്ടുള്ളവർ. അന്ന് ഈ നിർമ്മൽ പട്ടണത്തിൽ നിന്ന് 70 കിലോമീറ്റർ അകലെയുള്ള കുബീർ എന്ന് പറയുന്ന ആദിവാസി മേഖലയിൽ നിന്ന് ഏകദേശം 50ഓളം പേർ സുവിശേഷം കേൾക്കാൻ വന്നു. ഞങ്ങളുടെ 2 അച്ഛന്മാർ അവിടെ ശുശ്രൂഷ ചെയ്യുന്നുണ്ടായിരുന്നു, ഇന്നും ശുശ്രൂഷ ചെയ്യുന്നുണ്ട്. ആ താലൂക്കിലെ ഏക കത്തോലിക്കർ ഈ 2 അച്ഛന്മാരാണ്. ഒരു വാടക വീട്ടിൽ താമസിച്ച് പുതിയ സ്ഥലങ്ങളിലേക്ക് പോയി ആൾക്കാരുമായി ബന്ധപ്പെട്ട് യേശുവിനെ പകർന്നു കൊടുക്കാൻ പരിശ്രമിക്കുന്ന 2 കത്തോലിക്കരെ ആ താലൂക്കിലുള്ളൂ. അത് എൻ്റെ രൂപതയിലെ 2 അച്ഛന്മാരാണ്. ഇവർ ഏകദേശം 50ഓളം പേരെ പരിചയപ്പെട്ട് അവരെ സുവിശേഷം കേൾക്കാനായി കൺവെൻഷനിലേക്ക് കൊണ്ടുവന്നു. അപ്പോൾ ആദ്യത്തെ ദിവസം ഞാൻ പ്രസംഗിക്കുകയായിരുന്നു. ഇവർ പാവപ്പെട്ടവരായിരുന്നു, സാധാരണക്കാരായിരുന്നു. ഇവർ ഏറ്റവും മുമ്പിൽ വന്നിരിക്കുന്നുണ്ടായിരുന്നു. അവരുടെ മുഖത്ത് നോക്കിയാൽ നമുക്കറിയാം, ജീവിതത്തിൽ ആദ്യമായിട്ടാണ് അവരിങ്ങനെ ഒരു പരിപാടിയിൽ പങ്കെടുക്കുന്നത്. ഭയങ്കര സന്തോഷമാണ്. കൈയടിക്കുന്നു, പാട്ട് പാടുന്നു, ഇടയ്ക്കിടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുന്നു, ചിരിക്കുന്നു, ഭയങ്കര സന്തോഷം. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇവർ ആദ്യമായിട്ട് വന്നവരാണ്. അന്നത്തെ കൺവെൻഷൻ കഴിഞ്ഞു. 70 കിലോമീറ്റർ തിരിച്ചു പോകേണ്ടത് കൊണ്ട് അവർ തിരിച്ചു പോയില്ല. അവരവിടെ തന്നെ ഒരു ടെൻറ്റിൻ്റെ അടിയിൽ താമസിച്ചു. കാരണം പിന്നീട് വീണ്ടും പിറ്റേ ദിവസം 70 കിലോമീറ്റർ യാത്ര ചെയ്ത് വരിക എന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമായിരുന്നു. പിറ്റേ ദിവസം കുർബാന കഴിഞ്ഞിട്ട് ഞാൻ നടന്നു പോകുന്ന സമയത്ത് ടെൻറ്റിൻ്റെ അടിയിൽ ഇവരിരുന്ന് സംസാരിക്കുന്നതൊക്കെ ഞാൻ ശ്രദ്ധിച്ചു. ഞാൻ വെറുതെ അങ്ങോട്ട് പോയി. എനിക്ക് മനസ്സിലായി ഇത് തലേദിവസം വന്നവരാണ്. ഞാൻ അവരോട് അന്വേഷണം നടത്തി സുഖമാണോ എന്നൊക്കെ ചോദിച്ചപ്പോൾ അവർ പെട്ടെന്ന് എൻ്റെ മുഖത്ത് നോക്കിയിട്ട് പറഞ്ഞു, സാറല്ലേ ഇന്നലെ അവിടെ സ്റ്റേജിൽ സംസാരിച്ചത്? അപ്പം ഞാൻ പറഞ്ഞു, അതെ, ഞാൻ തന്നെയാണ് സംസാരിച്ചത്. സാറ് പറഞ്ഞ എല്ലാ കാര്യങ്ങളൊന്നും ഞങ്ങൾക്ക് മനസ്സിലായില്ല, പക്ഷേ സാറ് പറഞ്ഞ കുറേ കാര്യങ്ങളൊക്കെ മനസ്സിലായി. പാട്ടും എല്ലാം ഞങ്ങൾക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. വലിയൊരു സന്തോഷമുള്ളിൽ ഞങ്ങൾ അനുഭവപ്പെട്ടു. അവിടെ ഞങ്ങൾ ഇന്നലെ തിരിച്ചു പോയില്ല. ഇന്നും നാളെയും ഇവിടെ തന്നെ നിൽക്കും. മറ്റന്നാൾ ഞങ്ങൾ ഇതെല്ലാം കഴിഞ്ഞിട്ടേ പോകുന്നുള്ളൂ. അപ്പോൾ സാറ് പറഞ്ഞ കാര്യങ്ങൾക്കൊക്കെ വളരെ നന്ദിയുണ്ട്. ഇന്നും സാറ് സംസാരിക്കണം. എന്നിട്ട് അവർ ചോദിച്ചു, മറ്റേ സാറിനെ കണ്ടില്ലല്ലോ. ഞാൻ ചോദിച്ചു, ഏത് സാറ്? അല്ല, മറ്റേ സാറിനെ കണ്ടില്ലല്ലോ, ഇങ്ങനെ കൈവിരിച്ച് പിടിച്ച് നിൽക്കുന്ന സാറ്. അപ്പോൾ അവരാണ് ബൈബിൾ കൺവെൻഷൻ്റെ പോസ്റ്റ് എടുത്ത് കാണിച്ചിട്ട് ഈശോയെ ചൂണ്ടി കാണിച്ചിട്ടാണ് ചോദിക്കുന്നത്, ഈ സാറിനെ കണ്ടില്ലല്ലോ. അപ്പം ഞാൻ പറഞ്ഞു, ഈ സാറ് വരില്ല,
ഈ സാറിന് വേണ്ടിയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഞാൻ സംസാരിക്കുന്നതൊക്കെ ആ സാറിന് വേണ്ടിയിട്ടാണ്. പ്രിയപ്പെട്ടവരെ, ഈ സാറിനെ അറിയാത്ത കോടിക്കണക്കിന് ജനങ്ങൾ ഈ ഭൂമുഖത്തുണ്ട്. ഈ സാറിൻ്റെ ചോരയുടെ ബലത്തിലാണ് ഞാനും നിങ്ങളും ജീവിക്കുന്നത്. ഈ സാറാണ് നമ്മെ ബലപ്പെടുത്തുന്നത്. ഇവനാണ് നമുക്ക് ജീവൻ നൽകിയത്. ഇവനാണ് ഇന്നും നമ്മെ സംരക്ഷിക്കുന്നത്. ഇവനെക്കുറിച്ച് ഒരാളോടെങ്കിലും പറയാതെ ഈ ഭൂമിയിൽ നിന്ന് കടന്നു പോവുക എന്നത് എത്രയോ കഷ്ടമാണ്. പ്രിയപ്പെട്ടവർ, നമ്മൾ പ്രഘോഷിക്കണം. യേശു നമ്മോട് പറയുന്നു, നിങ്ങൾ ലോകമെങ്ങും പോയി എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രഘോഷിക്കുവിൻ. ഇതുവരെ നമ്മൾ കണ്ട കാര്യങ്ങളൊക്കെ നമുക്ക് നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരാം. ആദ്യമായി നമ്മൾ എന്താണ് കണ്ടത്? മർക്കോസിൻ്റെ സുവിശേഷം 16-ാം അധ്യായം 15-ാമത്തെ വചനം പ്രേക്ഷിത കൽപ്പനയാണ്. എല്ലാ സുവിശേഷങ്ങളും അവസാനിക്കുന്നത് പ്രേക്ഷിത കൽപ്പനയോടെയാണ് എന്ന് പറഞ്ഞാൽ അത് വളരെ പ്രധാനപ്പെട്ട കൽപ്പനയാണ്. പിന്നീട് നമ്മൾ ഈ മർക്കോസിൻ്റെ സുവിശേഷം 16-ാം അധ്യായം 15-ാമത്തെ വചനത്തെ വളരെ വിശദമായി പരിശോധിച്ചു. നമ്മൾ കണ്ടു, ഇതാണ് ഏറ്റവും വലിയ കൽപ്പന. കാരണം എന്താണ്? ഇത് യേശുവിൻ്റെ അന്ത്യാഭിലാഷമാണ്. സുവിശേഷം എല്ലാ കൽപ്പനകളുടെയും ആകെത്തുകയാണ്. ഇനി ഈ വചനത്തെ പരിശോധിക്കുമ്പോൾ നമുക്ക് എന്താണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്? നിങ്ങൾ എന്ന് പറയുന്നത് ആ 11 പേർ മാത്രമല്ല. ഈശോ അവരെ മാത്രം മുന്നിൽ കണ്ടുകൊണ്ടല്ല സംസാരിച്ചത്. മുമ്പിലുണ്ടായിരുന്നത് 11 പേരാണ്, പക്ഷെ മനസ്സിലുണ്ടായിരുന്നത് നമ്മളെല്ലാവരുമാണ്. കാലാകാലങ്ങളിൽ തലമുറകളിൽ യേശുവിനെ കുറിച്ച് അറിയാൻ പോകുന്ന, സുവിശേഷം കേൾക്കാൻ പോകുന്ന എല്ലാവരെയും മനസ്സിൽ സൂക്ഷിച്ചാണ് ഈശോ പറഞ്ഞത്, നിങ്ങൾ പോയി ലോകമെങ്ങും സുവിശേഷം പ്രഘോഷിക്കും. അപ്പോൾ നിങ്ങൾ എന്ന് പറയുന്നതിൽ നമ്മളെല്ലാവരും ഉണ്ട്. നിങ്ങളുണ്ട്, ഞാനുണ്ട്, നമ്മൾ ഓരോരുത്തരുമുണ്ട്. ഇനി ഈശോ എന്താണ് പറയുന്നത്? യുഗാന്തം വരെ ഞാൻ നിങ്ങളോട് കൂടി ഉണ്ടായിരിക്കും. അപ്പോൾ ഈ സുവിശേഷ പ്രവർത്തനം എന്നാണ് നടക്കേണ്ടത്? യുഗാന്തം വരെ, ലോകമുള്ളിടത്തോളം കാലം സുവിശേഷം പ്രഘോഷിക്കപ്പെടണം. 2024 അതിലുണ്ട്. 2024 ജൂൺ 17 അതിലുണ്ട്. നമ്മളെല്ലാവരും അതിലുണ്ട്. അപ്പോൾ ഇതെല്ലാം നമ്മുടെ എല്ലാവരുടെയും കടമയാണ്. സുവിശേഷ പ്രസംഗം സഭയിൽ നടത്തിയത് അപ്പസ്തോലന്മാർ മാത്രമായിരുന്നില്ല. ഈശോ 12 പേരെ അയക്കുന്നു. ഈ 12 പേരെ കൂടാതെ വേറെ 72 പേരെ അയക്കുന്നു. ലൂക്കായുടെ സുവിശേഷം 10-ാം അധ്യായം 1-ാമത്തെ വചനം. അപ്പസ്തോല പ്രവർത്തനം 8-ാമത്തെ അധ്യായത്തിൽ നമ്മൾ കണ്ടു, ചിതറിക്കപ്പെട്ട ക്രിസ്ത്യാനികൾ, പീഡിപ്പിക്കപ്പെട്ട, കിടപ്പാടം ഉപേക്ഷിച്ച്, ജോലി ഉപേക്ഷിച്ച്, സമ്പത്ത് ഉപേക്ഷിച്ച്, ഗ്രാമം ഉപേക്ഷിച്ച് ചിതറിക്കപ്പെട്ട് മറ്റ് സ്ഥലങ്ങളിലേക്ക് പോയവർ അവിടെ ചെന്ന് ക്രിസ്തുവിനെ പ്രസംഗിച്ചു. അവർ ക്രിസ്തുവിനെ കൊടുത്തു, അവർക്ക് മാമോദീസ പോലും കൊടുത്തു. പിന്നീടാണ് അപ്പസ്തോലന്മാർ വന്നത്. പിന്നെ നമ്മൾ പൗലോസ്ലീഹായോടൊപ്പം മറ്റ് അപ്പസ്തോലന്മാരോടൊപ്പം സുവിശേഷ പ്രവർത്തനത്തിൽ സഹകരിച്ച അനേകം വ്യക്തികളെ കണ്ടു. അക്യുലായും പ്രിഷിലായും കണ്ടു, ഫോയ്ബയെ നമ്മൾ കണ്ടു, നെരയൂസിനെ നമ്മൾ കണ്ടു, ഒളിമ്പാസിനെ നമ്മൾ കണ്ടു. ഇവരെല്ലാവരും സുവിശേഷം പ്രഘോഷിക്കുകയായിരുന്നു. അപ്പോൾ നമ്മളെല്ലാവരും സുവിശേഷം പ്രഘോഷിക്കണം. ഇനി നമുക്ക് അടുത്ത പടിയിലേക്ക് പ്രവേശിക്കാം. എങ്ങനെയാണ് നമുക്ക് നമ്മെ പ്രേക്ഷിതരാക്കാൻ സാധിക്കുക? എങ്ങനെയാണ് നമുക്ക് മിഷണറിമാരാകാൻ സാധിക്കുക? മിഷണറിമാരാകാൻ നാം എന്ത് ചെയ്യണം? ഇതിനെക്കുറിച്ച് നമുക്ക് ധ്യാനിക്കാം. ആദ്യമായിട്ട് എനിക്ക് നിങ്ങളോട് ആമുഖമായിട്ട് പറയാനുള്ളത്, ഈ 2-ാമത്തെ ഘട്ടത്തിൻ്റെ ആമുഖമായിട്ട് പറയാനുള്ളത്, നമ്മളാരും ഒരു ദിവസം കൊണ്ടോ ഒരു നിമിഷം കൊണ്ടോ മിഷണറിമാരാവില്ല. ഇത് ഒരു നീണ്ടു നിൽക്കുന്ന ഒരു സംഭവമാണ്. അല്ലെങ്കിൽ വേറെ തരത്തിൽ പറയാം, മിഷണറിമാരാകുക എന്നത് ഒരു സംഭവമല്ല, മറിച്ച് ഒരു പ്രക്രിയ ആണ്. എന്താണ് സംഭവവും പ്രക്രിയയും തമ്മിലുള്ള വ്യത്യാസം? സംഭവം എന്ന് പറയുന്നത് ഒരു പ്രാവശ്യം സംഭവിക്കുന്നു, അതോടെ തീരുന്നു. പ്രക്രിയ എന്ന് പറയുന്നത് ദീർഘനാൾ നീണ്ടു നിൽക്കുന്നു. ഉദാഹരണത്തിന്, ജനനം എന്ന് പറയുന്നത് ഒരു സംഭവമാണ്. ഞാൻ ഒരിക്കൽ ജനിക്കുന്നു, തീർന്നു. പക്ഷെ എൻ്റെ ജീവിതം എന്ന് പറയുന്നത് ഒരു പ്രക്രിയയാണ്. വിവാഹം എന്ന് പറയുന്നത് ഒരു സംഭവമാണ്, ഒരു ദിവസം വിവാഹം നടക്കുന്നു. പക്ഷെ ദാമ്പത്യം എന്ന് പറയുന്നത് ഒരു പ്രക്രിയയാണ്. അപ്പോൾ മിഷണറി ജീവിതം എന്ന് പറയുന്നത് ഒരു സംഭവമല്ല, ഒരു പ്രക്രിയയാണ്. എന്ന് പറഞ്ഞാൽ, ഞാൻ എപ്പോഴോ ഒരു ധ്യാനത്തിൽ പങ്കെടുത്തു, എനിക്കൊരു പ്രചോദനമുണ്ടായി, ഞാൻ ആരോടെങ്കിലും സുവിശേഷം പ്രസംഗിച്ചു, തീർന്നു. അങ്ങനെയാകരുത്. നിരന്തരം നീണ്ടു നിൽക്കുന്ന ഒരു പ്രക്രിയയായി ഇത് മാറണം. ഞാൻ 10 വർഷം മുമ്പ് പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചു, കുറച്ചു പേർക്ക് ബൈബിൾ കൊടുത്തു, കുറച്ചു പേരെ സഹായിച്ചു, കുറച്ചു പേർക്ക് വിശ്വാസം കൊടുത്തു, നിന്നു പോകുന്നു. അങ്ങനെ സംഭവിക്കരുത്. ജീവനുള്ളിടത്തോളം കാലം നിരന്തരം നടന്നുകൊണ്ടിരിക്കേണ്ട ഒരു പ്രക്രിയയാണ്. പ്രേക്ഷിത ജീവിതം ഒരു സംഭവമല്ല, പ്രേക്ഷിത ജീവിതം ഒരു പ്രക്രിയയാണ്. പ്രേക്ഷിത ജീവിതത്തിലേക്ക് നമ്മൾ വളരണമെങ്കിൽ 3 കാര്യങ്ങളിൽ നമ്മൾ ശ്രദ്ധിക്കണം. ആദ്യമായിട്ട് യേശുവിനെ നമ്മൾ അനുഭവിക്കണം. യേശുവിനെ നമ്മൾ അനുഭവിക്കണം, യേശുവിനെ കാണണം, യേശുവിനെ കേൾക്കണം. എന്നാലേ നമുക്ക് സാക്ഷ്യം കൊടുക്കാൻ സാധിക്കുള്ളൂ. സാക്ഷ്യം കൊടുക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്?
കണ്ട കാര്യത്തെക്കുറിച്ച്, കേട്ട കാര്യത്തെക്കുറിച്ച് ഏറ്റുപറയുക. അതാണ് സാക്ഷ്യം കൊടുക്കൽ. ഞാൻ കാണാതെ പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും? അത് കള്ളസാക്ഷ്യമായിരിക്കും. ഞാൻ കേൾക്കാതെ സംസാരിച്ചാൽ അത് കള്ളസാക്ഷ്യമായിരിക്കും. അതുകൊണ്ട് ക്രിസ്തുവിൻ്റെ സാക്ഷി ആദ്യം ക്രിസ്തുവിനെ കാണണം, ആദ്യം ക്രിസ്തുവിനെ കേൾക്കണം, ക്രിസ്തുവിനെ അനുഭവിക്കണം. ക്രിസ്തുവിനെ കാണാതെ, ക്രിസ്തുവിനെ കേൾക്കാതെ, ക്രിസ്തുവിന്റെ സ്വരം ശ്രവിക്കാതെ, അവന്റെ സ്നേഹം അനുഭവിക്കാതെ ഒരുവൻ ഇറങ്ങി പുറപ്പെട്ടാൽ അവൻ ക്രിസ്തുവിന് സാക്ഷിയാകുന്നില്ല. ക്രിസ്തുവിന്റെ സാക്ഷിയാകണമെങ്കിൽ ക്രിസ്തുവിനെ കണ്ടിരിക്കണം, ക്രിസ്തുവിനെ കേട്ടിരിക്കണം. യേശുവിൻ്റെ ജീവിതത്തിലേക്ക് നമുക്കൊന്ന് നോക്കാം. യേശുവാണ് ഈ ലോകത്തിലേക്ക് വന്ന ആദ്യത്തെ മിഷണറി. യേശുവിനെ അയച്ചതാണ്. മിഷണറി എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? അയക്കപ്പെട്ടവൻ എന്നാണ് അർത്ഥം. അപ്പോൾ ഏറ്റവും ആദ്യം ഈ ലോകത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി അയക്കപ്പെട്ടത് ആരാണ്? ഈശോയാണ്. പിതാവായ ദൈവം ഈശോയെ അയച്ചു. ഈശോയാണ് ആദ്യത്തെ മിഷണറി. ഈശോയാണ് പരിപൂർണനായ മിഷണറി. ഈശോയാണ് എല്ലാം തികഞ്ഞ മിഷണറി. അവനാണ് എല്ലാവരുടെയും മാതൃകയായ മിഷണറി. ഈ ഈശോ എങ്ങനെയാണ് തൻ്റെ പ്രേക്ഷിത കാര്യം നിറവേറ്റിയത്, തൻ്റെ രക്ഷാകര കർമ്മം പൂർത്തിയാക്കിയത്? ഈശോ ആദ്യം പിതാവിനെ കണ്ടു, പിതാവിനെ കേട്ടു, പിതാവിൻ്റെ കൂടെയായിരുന്നു. അവിടെയാണ് ഈശോയുടെ രക്ഷാകര ദൗത്യത്തിൻ്റെ ആരംഭം. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 1-ാമത്തെ വചനം നമുക്ക് വായിക്കാം. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 1-ാമത്തെ വചനം ഒരുമിച്ച് വായിക്കാം. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു. അപ്പോൾ ആദിയിൽ വചനമുണ്ടായിരുന്നു. ഈശോ ആദിയിൽ ഉണ്ടായിരുന്നു, അനാദി മുതൽ ഉണ്ടായിരുന്നു. എവിടെയായിരുന്നു? ദൈവത്തിൻ്റെ കൂടെയായിരുന്നു, പിതാവിനോട് കൂടെയായിരുന്നു. ഇതാണ് യേശുവിൻ്റെ അടിസ്ഥാന അനുഭവം. യേശു പിതാവിനെ അറിഞ്ഞു, യേശു പിതാവിൻ്റെ കൂടെയായിരുന്നു, യേശു പിതാവിനെ കണ്ടു, യേശു പിതാവിനെ കേട്ടു. എന്നിട്ട് ഈ വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 14-ാമത്തെ വചനം, വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു. അപ്പോൾ നമ്മുടെ ഇടയിൽ മനുഷ്യനായി അവതരിക്കുന്നതിന് മുമ്പ് ഈശോ എന്താണ് ചെയ്തത്? പിതാവിനോട് കൂടെയായിരുന്നു, പിതാവിനെ കണ്ടു, പിതാവിനെ കേട്ടു, പിതാവിനെ അനുഭവിച്ചു. ഈ ഒരു ഘട്ടം എല്ലാ മിഷണറിമാരുടെയും ജീവിതത്തിൽ ഉണ്ടാകണം. യേശുവിനെ നമ്മൾ കാണണം, യേശുവിനെ നമ്മൾ കേൾക്കണം, യേശുവിനെ അനുഭവിക്കണം. അപ്പോഴാണ് ഈ പ്രേക്ഷിത ചൈതന്യം നമ്മുടെ ഉള്ളിൽ നിന്ന് വരിക. പ്രേക്ഷിത ചൈതന്യം പുറത്തുനിന്ന് വരേണ്ടതല്ല, പ്രേക്ഷിത ചൈതന്യം ഉള്ളിൽ നിന്ന് വരേണ്ടതാണ്. പ്രേക്ഷിത ചൈതന്യം ഉള്ളിൽ നിന്ന് വരണമെങ്കിൽ ക്രിസ്തുവിനെ കാണണം, ക്രിസ്തുവിനെ കേൾക്കണം. ഈ ഈശോ ജനമധ്യത്തിലേക്ക് ചെന്ന് എന്താണ് പറഞ്ഞത്? പല സന്ദർഭങ്ങളിലായി ഈശോ പറഞ്ഞ കാര്യം ഇതാണ്: ഞാൻ നിങ്ങളുടെ മുമ്പിൽ ചെയ്യുന്ന ഒരു കാര്യവും എൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യുന്നതല്ല, എൻ്റെ പിതാവിൻ്റെ സന്നിധിയിൽ ഞാൻ കണ്ട കാര്യങ്ങളാണ് നിങ്ങളോട് പറയുന്നത്. കാണാതെ പറയാൻ സാധിക്കുമോ? ഇല്ല. പിന്നെ ഈശോ എന്താണ് പറഞ്ഞത്? ഞാൻ നിങ്ങളോട് പറയുന്ന എൻ്റെ വാക്കുകൾ എൻ്റെ സ്വന്തമല്ല, എൻ്റെ പിതാവിൻ്റെ അധരത്തിൽ നിന്ന് കേട്ട കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. അപ്പോൾ ഈശോയുടെ പ്രേക്ഷിത പ്രവർത്തനത്തിൻ്റെ അന്തസത്ത എന്തായിരുന്നു? പിതാവിനോട് കൂടെയായിരുന്ന, പിതാവിനെ കണ്ട്, പിതാവിനെ കേട്ട് ജനമധ്യത്തിലേക്ക് ഇറങ്ങിച്ചെന്ന് താൻ കണ്ടതും കേട്ടതുമായ കാര്യങ്ങൾ അവരെ അറിയിക്കുക. ഇതായിരിക്കണം ഇന്നും ഒരു പ്രേക്ഷിതന്റെ മനോഭാവം. ക്രിസ്തുവിനോട് കൂടെ ആയിരിക്കണം, ക്രിസ്തുവിനെ കേൾക്കണം, ക്രിസ്തുവിനെ കാണണം, ആ അനുഭവം മറ്റുള്ളവരുമായി പങ്കുവെക്കണം. ഈശോ ഇതിനെക്കുറിച്ച് പറഞ്ഞ കുറച്ച് വചനങ്ങൾ നമുക്ക് നോക്കാം. യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായം 19-ാമത്തെ വചനം. യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായം 19-ാമത്തെ വചനം. യേശു പറഞ്ഞു, സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, പിതാവ് ചെയ്ത് കാണുന്നതല്ലാതെ പുത്രന് സ്വന്തം ഇഷ്ടമനുസരിച്ച് ഒന്നും പ്രവർത്തിക്കാൻ സാധിക്കുകയില്ല. എന്നാൽ പിതാവ് ചെയ്യുന്നതെല്ലാം അപ്രകാരം തന്നെ പുത്രനും ചെയ്യുന്നു. പിതാവ് ചെയ്ത് കാണുന്നതാണ് പുത്രൻ ചെയ്യുന്നത്. എപ്പോഴാണ് ഈശോ കണ്ടത്? ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെയായിരുന്നു, അപ്പോൾ കണ്ടു. യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം 38-ാമത്തെ വചനം. യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം 38-ാമത്തെ വചനം. എൻ്റെ പിതാവിൻ്റെ സന്നിധിയിൽ കണ്ടവയെ പറ്റി ഞാൻ സംസാരിക്കുന്നു, നിങ്ങളുടെ പിതാവിൽ നിന്ന് കേട്ടത് നിങ്ങൾ പ്രവർത്തിക്കുന്നു. യേശു ഫരിസേയരോടും നിയമജ്ഞരോടും പറഞ്ഞ കാര്യമാണ്. ഈശോ എന്താണ് പറയുന്നത്? എൻ്റെ പിതാവിൻ്റെ സന്നിധിയിൽ കണ്ടവയെ പറ്റി ഞാൻ സംസാരിക്കുന്നു. എത്രയധികം പേരാണ് യേശുവിനെ വെല്ലുവിളിച്ചത്, എത്ര പേരാണ് യേശുവിനെ വിമർശിച്ചത്. പക്ഷേ യേശുവിന് യാതൊരു ഇളക്കവുമില്ല.
അല്ലെങ്കിൽ യേശുവിന് യാതൊരു സംശയമില്ല, യേശുവിൻ്റെ മനസ്സിന് യാതൊരു കോട്ടവുമില്ല. കാരണം എന്താണ്? ഞാൻ കണ്ടിട്ടുണ്ട്, ഞാൻ കേട്ടിട്ടുണ്ട്. ഈ ബോധ്യത്തിൽ നിന്നാണ് ഈശോ സംസാരിച്ചത്. യോഹന്നാന്റെ സുവിശേഷം 7-ാം അധ്യായം 16-ാമത്തെ വചനം. യോഹന്നാന്റെ സുവിശേഷം 7-ാം അധ്യായം 16-ാമത്തെ വചനം. യേശു പറഞ്ഞു, എൻ്റെ പ്രബോധനം എൻ്റെ സ്വന്തമല്ല, എന്നെ അയച്ചവൻ്റേതത്രേ. ഞാൻ സ്വന്തമായി നിങ്ങളെ ഒന്നും പഠിപ്പിക്കുന്നില്ല. എന്നെ അയച്ചവൻ എന്നെ പഠിപ്പിച്ച കാര്യങ്ങൾ ഞാൻ നിങ്ങളെ പഠിപ്പിക്കുന്നു. അപ്പോൾ യേശുവിൻ്റെ കൂടെ ആയിരിക്കണം, അവൻ നമ്മെ പഠിപ്പിക്കണം, അവനിൽ നിന്ന് നമ്മൾ കേൾക്കണം. അതാണ് ജനമധ്യത്തിൽ നമ്മൾ പ്രഘോഷിക്കേണ്ടത്. കണ്ട കാര്യങ്ങൾക്കും കേട്ട കാര്യങ്ങൾക്കുമാണ് നമ്മൾ സാക്ഷി നൽകേണ്ടത്. യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം 26-ാമത്തെ വചനം. യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം 26-ാമത്തെ വചനം. എനിക്ക് നിങ്ങളെക്കുറിച്ച് പലതും പറയാനും വിധിക്കാനുമുണ്ട്. എന്നെ അയച്ചവൻ സത്യവാനാണ്. അവിടുത്തെ അധരത്തിൽ നിന്ന് കേട്ടത് ഞാൻ ലോകത്തോട് പറയുന്നു. അവിടുത്തെ അധരത്തിൽ നിന്ന് കേട്ടത് ഞാൻ ലോകത്തോട് പറയുന്നു. അങ്ങനെയെങ്കിൽ നമ്മൾ ലോകത്തോട് സംസാരിക്കണമെങ്കിൽ അതിനു മുമ്പ് നമ്മൾ അവിടുത്തെ അധരത്തിൽ നിന്ന് കേൾക്കണം. യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം 28-ാമത്തെ വചനം. യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം 28-ാമത്തെ വചനം. അതുകൊണ്ട് യേശു പറഞ്ഞു, നിങ്ങൾ മനുഷ്യപുത്രനെ ഉയർത്തി കഴിയുമ്പോൾ ഞാൻ തന്നെയെന്നും ഞാൻ സ്വമേധയാ ഒന്നും പ്രവർത്തിക്കുന്നില്ല. പ്രത്യുത എൻ്റെ പിതാവ് എന്നെ പഠിപ്പിച്ചതുപോലെ ഇക്കാര്യങ്ങൾ ഞാൻ സംസാരിക്കുന്നുവെന്നും നിങ്ങൾ മനസ്സിലാക്കും. എന്നെ അയച്ചവൻ എന്നോട് കൂടെയുണ്ട്. എൻ്റെ പിതാവ് എന്നെ പഠിപ്പിച്ചതുപോലെയാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 10-ാമത്തെ വചനം. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 10-ാമത്തെ വചനം. ഞാൻ പിതാവിലും പിതാവ് എന്നിലുമാണെന്ന് നീ വിശ്വസിക്കുന്നില്ലേ? ഞാൻ നിങ്ങളോട് പറയുന്ന വാക്കുകൾ സ്വമേധയാ പറയുന്നതല്ല, പ്രത്യുത എന്നിൽ വസിക്കുന്ന പിതാവ് എൻ്റെ പ്രവർത്തികൾ ചെയ്യുകയാണ്. ഈശോ ഈ വചനങ്ങളിലൊക്കെ പറഞ്ഞത് എന്താണ്? ഞാൻ സ്വന്തമായൊന്നും ചെയ്യുന്നില്ല, ഞാൻ സ്വന്തമായൊന്നും പറയുന്നില്ല. എൻ്റെ പിതാവിൻ്റെ സന്നിധിയിൽ കണ്ടതും എൻ്റെ പിതാവിൻ്റെ അതിർത്ത് നിന്ന് കേട്ടതുമായ കാര്യങ്ങളാണ് ഞാൻ ചെയ്യുന്നതും ഞാൻ പറയുന്നതും. ഈ വചനങ്ങളൊക്കെ സംസാരിക്കുന്നതിനെ കുറിച്ചാണ്. യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായം 19-ാമത്തെ വചനം, യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം 38-ാമത്തെ വചനം, യോഹന്നാന്റെ സുവിശേഷം 7-ാം അധ്യായം 16-ാമത്തെ വചനം, യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം 26-ാമത്തെ വചനം, യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം 28-ാമത്തെ വചനം, യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 10-ാമത്തെ വചനം. ഈ വചനങ്ങളിലൊക്കെ ഈശോയ്ക്ക് ഒന്നേ പറയാനുള്ളൂ, ഞാൻ നിങ്ങളോട് പറയുന്നതൊന്നും എൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് പറയുന്നതല്ല, ഞാൻ കണ്ടതും കേട്ടതുമായ കാര്യങ്ങളെക്കുറിച്ചാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മൾ മിഷണറിമാരാകണമെങ്കിൽ നമ്മൾ യേശുവിനോട് കൂടെ ആയിരിക്കണം. നമ്മൾ യേശുവിനെ കാണണം, നമ്മൾ യേശുവിനെ കേൾക്കണം. ഇതാണ് യേശുവിൻ്റെ ജീവിതത്തിൽ നിന്ന് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോസ്തലന്മാരുടെ ജീവിതത്തിൽ നിന്ന് നമുക്ക് എന്താണ് പഠിക്കാനുള്ളത്? ഇത് തന്നെയാണ് പഠിക്കാനുള്ളത്. അവർ യേശുവിൻ്റെ കൂടെയായിരുന്നു, യേശുവിനെ അവർ കണ്ടു, യേശുവിൻ്റെ പ്രബോധനങ്ങൾ അവർ മനസ്സിലാക്കി, യേശു ചെയ്ത അത്ഭുതങ്ങൾ നേരിട്ട് കണ്ടു, യേശുവിൻ്റെ കുരിശുമരണത്തിന് അവർ സാക്ഷികളായി, പീഡാസഹനത്തിൽ അവർ പങ്കുപറ്റി. എന്നിട്ടാണ് അവർ സുവിശേഷം പ്രഘോഷിക്കാൻ ആരംഭിച്ചത്. അതുകൊണ്ടാണ് സുവിശേഷത്തിൻ്റെ ആരംഭത്തിൽ യേശു ശിഷ്യന്മാരോട് പറഞ്ഞത്, നിങ്ങൾ എൻ്റെ കൂടെയായിരിക്കണം, നിങ്ങൾ എൻ്റെ കൂടെയായിരിക്കണം. എന്തിനു വേണ്ടിയാണ്? പിന്നീട് അയക്കപ്പെടാൻ. മർക്കോസിൻ്റെ സുവിശേഷം 3-ാം അധ്യായം 13-14 വചനങ്ങൾ നമുക്ക് വായിക്കാം. മർക്കോസിൻ്റെ സുവിശേഷം 3-ാം അധ്യായം 13-14 വചനങ്ങൾ. ഈശോ ശിഷ്യന്മാരെ എന്തിനു വേണ്ടിയാണ് തിരഞ്ഞെടുത്തത്, അവരോട് എന്താണ് ആവശ്യപ്പെട്ടതെന്ന് ഈ വചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. മർക്കോസിൻ്റെ സുവിശേഷം 3-ാം അധ്യായം 13-14 വചനങ്ങൾ. പിന്നീട് അവൻ മലമുകളിലേക്ക് കയറി തനിക്കിഷ്ടമുള്ളവരെ അടുത്തേക്ക് വിളിച്ചു. അവർ അവൻ്റെ സമീപത്തേക്ക് ചെന്നു. തന്നോടുകൂടി ആയിരിക്കുന്നതിനും പ്രസംഗിക്കാൻ അയക്കുന്നതിനും പിശാചുക്കളെ ബഹിഷ്കരിക്കാൻ അധികാരം നൽകുന്നതുമായി അവൻ 12 പേരെ നിയോഗിച്ചു. അപ്പോൾ അയക്കപ്പെടുന്നതിന് മുമ്പ് ഒരു ദൗത്യമുണ്ട്. അതെന്താണ്? കൂടെയായിരിക്കുക. കൂടെയായിരിക്കുക. അയക്കപ്പെടാനാണ് വിളിച്ചത്. പക്ഷേ ആദ്യത്തെ കടമ എന്താണ്? തൻ്റെ കൂടെ ആയിരിക്കുക. യേശുവിൻ്റെ കൂടെയായിരുന്നവന്, യേശുവിനെ കണ്ടവന്, കേട്ടവന്, അനുഭവിച്ചവനാണ് പുറത്തുപോയി പ്രഘോഷിക്കാൻ സാധിക്കുക, സാക്ഷ്യം കൊടുക്കാൻ സാധിക്കുക. അപ്പോൾ നമ്മെ മിഷണറിമാരാക്കണമെങ്കിൽ ആദ്യമായി നമ്മൾ ചെയ്യേണ്ടത് യേശുവിനെ കാണുകയും കേൾക്കുകയും ചെയ്യുക എന്നതാണ്. യേശുവിൻ്റെ കൂടെയായിരിക്കണം. മണിക്കൂറുകളോളം നമ്മൾ പ്രാർത്ഥനയിൽ ചെലവഴിക്കണം, വചനം നമ്മൾ വായിക്കണം, അവൻ്റെ അതിരത്തിൽ നിന്ന് നമ്മൾ ശ്രവിക്കണം. എന്നാലേ നമുക്ക് പുറത്തുപോയി പ്രഘോഷിക്കാൻ സാധിക്കുകയുള്ളൂ. മിഷണറിമാരാകാൻ, നമ്മെ മിഷണറിമാരാക്കി മാറ്റാൻ നാം ചെയ്യേണ്ട മറ്റു കാര്യങ്ങളെക്കുറിച്ച് തുടർന്നുള്ള സമയങ്ങളിൽ നമുക്ക് ധ്യാനിക്കാം. ഇതുവരെ നാം കേട്ട എല്ലാ വചനങ്ങളും നമ്മുടെ മനസ്സിൽ കാത്തു സൂക്ഷിച്ച് യേശുവിനെ ഈ ലോകത്തോട് പ്രഘോഷിക്കുവാൻ ആവശ്യമായ കൃപയ്ക്കും ശക്തിക്കും വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം.
യേശുവിനെ കാണാനും കേൾക്കുവാനുള്ള കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഉത്തമ പ്രേക്ഷിതരായി നമ്മെ എല്ലാവരെയും മാറ്റുവാനായി നമുക്ക് പരിശ്രമിക്കാം. കർത്താവിനോട് പ്രാർത്ഥിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.